guys, I'm back. ചന്ദനമഴ എപ്പിസോഡ് 14. എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വേറെ യൂട്യൂബിൽ വന്ന് കമന്റ് ഇട്ടു, എന്റെ ഫ്രണ്ട്സിന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചന്ദനമഴ ഒന്ന് അപ്ലോഡ് ചെയ്യൂ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഏഷ്യാനെറ്റ് എന്നെ പിന്നെ ചതിച്ചു ഗൈസ്. വേറൊന്നുമല്ല, ചന്ദനമഴയുടെ എല്ലാ എപ്പിസോഡ്സും അവർ പ്രൈവറ്റ് ആക്കി. എന്തൊരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആ സാധനം ഞാൻ ഈ ഹോട്ട്സ്റ്റാറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. ഈ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന 2 ആപ്പ് വർക്ക് ആവുന്നില്ല. അതിനുശേഷം എന്റെ ഫ്രണ്ടിന്റെ ലാപ്ടോപ്പിൽ പോയിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ആ എപ്പിസോഡ്സ് ഡൗൺലോഡ് ചെയ്യാൻ ഡിലേ ചെയ്തുകൊണ്ട് മാത്രമാണ് വീഡിയോ ഡിലേ എന്ന് ഞാൻ പറയില്ല, കുറച്ചെന്നെ മടിയുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ഇതാണ് റീസൺ. പക്ഷെ ഞാൻ വന്നില്ലേ, ഇപ്പോൾ സമയം 7 മണി, ഡിസംബർ 6, 7 മണി, വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഈ എപ്പിസോഡ്സ് കാണുകയായിരുന്നു. വല്ലാത്തൊരു കാണലായിപ്പോയി. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 പേർക്ക് അൽഫാമോ കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ നമുക്ക് അവരെ പിക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫെച്ച് ചെയ്യുകയാണ് ഗൈസ്. ലോഡ് ഔട്ട്. അപ്പൊ 1577 കമന്റ്സ് ആണ് നമുക്ക് ആ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് വിന്നർ പിക്ക് ചെയ്യാം. ഫസ്റ്റ് വിന്നർ മിസ്സിസ് ക്യൂൻ ബി. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. സെക്കൻഡ് ബുൾഡോസർ മീറ്റ്. എത്ര കാലമായിട്ടോ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നു, ഒന്ന് വേഗം ഇട്ടൂടെ ഇടാട്ടോ. തേർഡ് വിന്നർ ഓക്കെ 100. ഫോർത്ത് വിന്നർ ജ്വാലജ് ഡോക്ടർ. അപ്പൊ ഈ 4 പേര് എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളാണ് ഈ കമന്റ് ഇട്ടതെന്നും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ QR കോഡ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഇട്ട് തരാം. ഓക്കെ, ഈ വീഡിയോയിൽ കിട്ടാത്ത വിഷമിക്കേണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ 4 പേർക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നിങ്ങളുടെ ഓരോ വ്യൂസും ആണ് എനിക്ക് പെട്ടെന്ന് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കുള്ള കിട്ടുന്ന ഊർജ്ജം. സോ പ്ലീസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ചെന്നൈയിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെന്നൈ ട്രിപ്പ് പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ പിൻഡ് കമന്റിൽ കൊടുക്കാം. ചെക്ക് ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ അമൃത ദേശായി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാനും ഇതെന്റെ 2ാം ജന്മം അമ്മ. ഇതിപ്പോ എല്ലാ മാസം ഓരോ 2ാം ജന്മം ഉണ്ടല്ലോ. ആർക്കും പെട്ടെന്ന് എത്താൻ കഴിയാത്ത സ്ഥലമായിരുന്നു, അവിടെ ചെന്നെത്തുക അസാധ്യം. ഓ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ശീതൾ പോയിസൺ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അയ്യോ, അഭിഷേക് കാറിൽ വെച്ച് അർജുനോട് മുത്തശ്ശീനൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ടാ അർജുൻ, ഞാൻ ഏറ്റു. അയ്യോ ഈശ്വര, ഈ അർജുന്റെ ഒരു തമാശ മുത്തശ്ശിക്ക് പറ്റേക്കൊന്നും കത്തേനെ. എന്നെ ഓരോ തവണ അവൾ പ്രഹരിക്കുമ്പോഴും ഈശ്വര എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു തള്ളന്റെ അമൃതേ, പ്രഹരിച്ചപ്പ എന്നൊന്ന് വെറുതെ വിടാ പ്ലീസ്, ഞാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ഇപ്പൊ തള്ള. നോക്ക്, സകല ദൈവങ്ങളെയും വിളിച്ചു, അതുകൊണ്ട് എനിക്ക് ജീവനോട് തിരിച്ചെത്താൻ പറ്റിയത്. അർജുൻ ഇത്രയും മല കയറി വന്ന് ഞാനിപ്പോ പൊട്ടനാ? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവള് മടങ്ങി വരുമെന്ന്. എന്റെ കുഞ്ഞിനെ നാളെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഇന്ന് കാണിക്ക്. ദേശായി കുടുംബത്തിന്റെ ജീവനാ അവളുടെ വയറ്റിൽ വളരുന്നത്. അപ്പോഴേക്കും കൊച്ചിന് ജീവൻ പേരിട്ടാ. വർഷ ഇതെവിടെയാണ്? അല്ല മോളെ, ഈ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ സമയമായില്ലേ? യുദ്ധഭൂമിയിൽ ആരോ ഒരു പുതിയ പെടൻ. ആ അലക്സ വന്നു. അലക്സ ഇവനെ കണ്ടറിയുമ്പോ ഭയങ്കര കോഴിയാന്ന്. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വീട്ടിൽ കിട്ടിയിട്ട് വെറുതെ കളയാന്ന് പറഞ്ഞ ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതൊക്കെ കാണാൻ. എന്നെ ഒരുപാട് സ്നേഹിച്ച് കൂടെ കൊണ്ടുപോയി അവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. സത്യത്തിൽ അവൾ എന്നെ വിശ്വസിപ്പിക്കായിരുന്നു. വിശ്വസിപ്പിക്കാൻ എളുപ്പല്ലേ, കാരണം നീ വണ്ടിയാണല്ല. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അവൾക്ക് മടക്കി കൊടുത്തേനെ. ഇതെന്താ ഫ്ലിപ്കാർട്ട് റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ടാവാൻ? എന്റെ മനസ്സ് ശീതളിലേക്ക് ചാഞ്ഞിട്ടില്ല, നീയും എന്നെ സംശയിച്ചിട്ടില്ലേ? ഇല്ല, പിന്നെ കല്ല് വെച്ച് തോണ. പക്ഷെ എനിക്ക് ഭയമായിരുന്നു. അതിനെയാണ് ഞങ്ങളൊക്കെ സംശയം എന്ന് പറയാ. ഈ ജന്മത്തിൽ എനിക്ക് വേണ്ടിയാ അവളെ കൈവിട്ടത്, അടുത്ത ജന്മം അവളെ എടുത്തോട്ടെ. എന്റെ ദൈവമേ, അമൃതനെ ഞാൻ നന്മ മരുന്ന് ഇങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പോവാ. ഈശ്വരൻ തന്ന ഈ ജന്മം നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടാടാം, ഒരു ഉത്സവം പോലെ. അപ്പൊ ആനേനും കൊട്ടുകാരെ കേൾപ്പിക്കണ്ടേ? അമ്മ കള്ള സമ്മതിക്കൂല. ഞാൻ കരുതി കിടന്നു കാണുമെന്ന്. ഡോറ് തുറന്നെടുക്കുന്ന കണ്ടിട്ടാ ഞാൻ കയറിയത്. ഡോറ് തുറന്ന് കിടക്കാണെങ്കിൽ കിടന്നിട്ടില്ല പറഞ്ഞൂടെ? വർഷ കണ്ടെത്തണം. ഓക്കെ, കണ്ടുപിടിക്കാം. തന്നെ കാണുമ്പോ അറിയാം, ശരീരമൊക്കെ നന്നായി തുടുത്ത് നല്ല ഗ്ലാമറായി. നിന്റെ ചാട്ടം കേട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. തന്റെ അഭിഷേകം എങ്ങനെയാ? ലവിങ് ആണോ? ഇയാള് കുറെ നേരം അതിൽ തുടങ്ങിയിട്ട് ഒരു ലവിങ് ആണ്. അടിച്ചാണ്ടില്ല തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ ആള് കൊള്ളാലോ ചെറുക്ക. സോഫിയ ഞാൻ എന്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത്. അതെന്തിനാ ചേട്ടാ ഈ ഹൃദയത്തിൽ കൊണ്ടു നടക്കണേ? എന്റെ സോഫിയുടെ ജീവനം തകർക്കരുത് പ്ലീസ്. ഓ, ഇയാളെ കെട്ടിയപ്പോ തന്നെ എന്റെ പാവ സോഫിയുടെ ജീവിതം പോയി. ആരുടെ സോഫി? എല്ലാവരുടെ. അവള് പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചു അല്ലേ? കൃഷ്ണകുടി എന്നൊരു ക്ഷേത്രം ഉണ്ടെന്നവരെ നിങ്ങൾ വിശ്വസിച്ചില്ല. പൈസയും കൊടുത്ത് രാത്രി വരെ ഭജനിരിക്കാൻ പറഞ്ഞ് വിട്ട ആൾക്കാരാണ്. വൈകുന്നേരം വരെ എന്റെ ഒപ്പം ഇരിക്കാന്ന് പറഞ്ഞതല്ല. ഓ, അപ്പൊ അടുക്കളയിലേക്ക് പൊക്കോ.
അമൃത പഴയതുപോലെ സ്മാർട്ടായി. ആണോ? ഇതാണ് സ്മാർട്ട്. നിങ്ങൾ പഠിച്ച കള്ളന. എത്രാം ക്ലാസ്സിൽ പഠിച്ച്? അലക്സ് കൈയെടുക്ക്. നടേശൻ കൈവച്ചാൽ എടുക്കാൻ ഇത്തിരി വൈകും, ഒരു അരമണിക്കൂർ. ഇതാരീ ചേച്ചിമാര് സാരി കൊടുത്തിട്ട് വരുന്നേ? എന്റെ പൊന്നോ, ഈ സീരിയലിൽ തല ഒന്ന് പതുക്കെ ചെന്നിടിച്ച പൈസ വർഷ പണി പാളി. വർഷേ ഇറങ്ങി പോവാടുന്നു. ആരാ? ഞാൻ സോഫിയുടെ ഫ്രണ്ടാ. വർഷം മുങ്ങുന്നു. ചേച്ചി സീൻ തന്നെ. ദേശായ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ മാത്രം പോയാൽ മതി. വർഷ നേരെ മായാവതിയുടെ അടുത്തെത്തുന്നു. എന്റെ പൊന്നു വിളിച്ച പോലീസ് വിളിച്ചാ പോവാമോ? വർഷ നടന്നതൊക്കെ മായാവതിയോട് തത്തമ്മ പറയുന്ന പോലെ പറയും. പോലീസിൽ കീഴടങ്ങിയാലോ? അയ്യോ, അത് വേണ്ട. വേണ്ട വർഷേ വേണ്ട, നമുക്ക് പിടി കൊടുക്കാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ് ഗുഡ് ന്യൂസ്? വർഷം ലാൻഡ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിലാണുള്ള പോയ ലാൻഡ് ചെയ്തു. അവളെ വേഗം വിളിച്ചോണ്ട് വരണം. എന്നാ പോ. നീ പോണ്ട, അഭിഷേക് പോണം. അഭിഷേക് നിങ്ങളെല്ലാം ഇറക്കിട്ടെ. അപ്പൊ നിങ്ങൾ പോയി വിളിക്ക്. എന്നോട് വിളിക്കാനാ? എനിക്കത് നാളില്ലേ? എന്നെ അറിയാത്ത അവളെ ഞാൻ അവിടെ എന്തിനാ പോയി വിളിക്കുന്നത്? അവക്ക് വേണമെങ്കിൽ വരട്ടെ. ഓക്കെ, വിളിക്കണ്ട, നല്ല കാര്യം. വർഷ ഞാൻ തെറ്റ് പറയില്ല. ഓ, എന്നിട്ടാണ് നിങ്ങൾ അവളെ ഇറക്കിട്ടെ. സോഫി നെക്സ്റ്റ് ഡേ സോഫി വർഷേനെ അന്വേഷിച്ച് വരും. വർഷയാണെങ്കിൽ പേടിച്ചിരിക്കുക, ഈശ്വര എന്നെ പോലീസ് പിടിക്കുവാവോ? അലക്സ് മരിച്ചിട്ടൊന്നുമില്ല. സത്യം പരമാർത്ഥം പോകും. എന്റെ രണ്ടാം ജന്മമാണ് സോഫി, രണ്ടാം ജന്മം. കുറച്ചു സമയം ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. റെസിഡൻസ് അസോസിയേഷൻകാര് ആശുപത്രിയിലാക്കി. രക്ഷപ്പെട്ട്. മരിക്കാത്തതില്ല ഇപ്പൊ എന്റെ ദുഃഖം. ശരി, ഞാൻ ജയിലിൽ കയറിക്കോട്ടെ. ജോലിക്കായി ഒരു സെർവന്റിനെ നിർത്തിയിരുന്നു. ആണോ? അവള് ഗർഭിണിയായപ്പോഴാണ് വിവരം അറിഞ്ഞത്. വർഷ അയാളുടെ അടുത്താണോടി നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ കള്ളപ്പാ നീ? ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. സോഫിക്ക് അല്ലെങ്കിൽ അലക്സ് മാച്ച് അല്ല. സോഫിക്ക് ഒരു ജീവിതം അല്ല, ജീവിതം കൊടുക്കാൻ വേറെ ആരെങ്കിലും നമുക്ക് സീരിയൽ സെറ്റ് ആക്കാന്ന് പറയായിരുന്നു. ഈ നിൽക്കുന്ന ആളെ നിനക്ക് പരിചയമുണ്ടോന്ന് നോക്ക്. സോഫി പോയി കഴിയുമ്പോ അഭിഷേക് വരും. ഊർമിള വന്ന് മാപ്പ് പറയണം, എങ്കിലേ ഞാൻ വരും. വർഷം പറയും ഞാൻ വരില്ല. വരണമെങ്കിൽ ഉമർല ദേവി ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറയണം. ഇളമയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് നീ വരണ്ട. ഓ റിയലി? പക്ഷേ ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ ഇത് പുക വലിയ? എന്റെ തീരുമാനം അവള് വരണ്ടെന്നാ. എന്റെ ഇളയമ അറിയരുത്. ഇല്ല, നീ പറ. ഓക്കെ, ആരും അറിയില്ല മല്ലയ്യ. ഇളയമ അവിടെ ചെന്ന് പരസ്യമായിട്ട് മാപ്പ് പറയണം. ഊർമിള മാപ്പ് പറഞ്ഞിട്ട് അവൾ ഈ വീട്ടിലേക്ക് വരണ്ട. അഭിഷേക് വന്നോ? അഭിഷേകെ, നീ പറയുന്ന നുണയാണെന്ന് എനിക്കറിയാം. പിന്നെ CBI ആയി കണ്ടുപിടിച്ച്. മായാവതിയെയും വർഷയും ഞാൻ പഠിച്ചിടത്തോളം മറ്റാരും പഠിച്ചിട്ടുണ്ടാവില്ല. അതാ സിവിൽ സർവീസ് എക്സാം ആണല്ല. ഊർമിള വന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ അവളെ വിടാമെന്ന് പറഞ്ഞു. വണ്ടർഫുൾ ഉമ്രു, വണ്ടർഫുൾ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അഭിഷേക് ജോത്സ്യനാണ്. അമൃതേ വാ. അഭിഷേക് കീ. ഉമ്രുവിന് മുമ്പ് അമൃതയും അർജുനും കൂടി വർഷാനെ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ എടുത്തു. നമ്മുടെ ആവശ്യത്തിന് വന്നിരിക്കുന്ന ഓർമ്മ ഉണ്ടായിരിക്കണം. ഓർമ്മയുണ്ട്. വല്യമ്മയുടെ വർത്താനം കേട്ട ശവം വരെ എഴുന്നേറ്റ് തള്ളും. എന്നിട്ട് എന്താ അമൃത ഇതുവരെ തല്ലാത്തെ? ദേശായി കുടുംബത്തിലെ യുവരാജാവും യുവറാണിയും. യുവരാജാന്ന് പറഞ്ഞിട്ട് അർജുനാണല്ല. അമ്മ വന്ന് നിന്നോട് മാപ്പ് പറയാനോ? നീ ആരടി? യോ, എന്തൊരു സ്നേഹം. പണ്ട് അമ്മേനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി TV ചാനലിൽ കയറിയിരുന്ന് കുറ്റം പറഞ്ഞ ആളാണ് ഈ അഞ്ജു. ചേച്ചി ഒരു നിമിഷം, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അമൃത വർഷേനെ മാറ്റി നിർത്തി സംസാരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ കല്യാണം മുടങ്ങിയ സീഡിയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന ഈ മനോഭാവം ചേച്ചി എങ്ങും കൊണ്ടെത്തിക്കാത്തത്. നിന്നെ കുറെ എത്തിച്ചൂല. ഈ വർഷം എന്നും ഇങ്ങനെ മായാവതി പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ? ഇവര് കുറ്റം പറയണ്. ഇവര് ഉമർല ദേവി പറഞ്ഞിട്ടാ ജീവിക്കുന്നത്. എന്നിട്ട് അവളെ കുറ്റം പറയണ്. എടാ എന്റെ വീട്ടിലെ പാത്രം കഴുകുന്ന സാധനം കാണാനില്ലടാ, നീ കണ്ടാ? ഉമ്മറെടുത്ത് തലയിലിട്ടുണ്ടേ. വെച്ച അർജുനും അമൃതയും അവളെ വിളിക്കാൻ പോയിട്ടുണ്ട്. അത് ശരി. തോറ്റു വന്നിരിക്കുന്നു നമ്മുടെ മോൻ. ഇത്രയും വിട്ടിയായി പോയോ അർജുൻ നീ? അർജുൻ, അമ്മ ശവത്തി കുത്തരുത്. ഞാൻ കുത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആന്റിയുടെയും വർഷയുടെയും മുന്നിൽ തലമുണിക്കാൻ ഇളമ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഉമ്രു, യെസ്, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇപ്പൊ അഭിഷേക് എന്റെ സൈഡായല്ലോ. ഇനിയിപ്പൊ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഊർമിള ഇവിടെ വരണം. ഞാൻ വന്നു കഴിഞ്ഞു. അങ്ങനെ ഉമ്രു വർഷേനെ വിളിക്കാൻ വേണ്ടിട്ട് പോകും. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, നല്ല മാപ്പ്. പാവം എന്റെ ഉമ്രു വർഷയുടെ മുമ്പിൽ പോയി മാപ്പ് പറഞ്ഞു. മാപ്പ്. ക്ഷമിക്കണം. കാര്യം ഉമ്രുവിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും ഉമ്രു മാപ്പ് പറയുന്നത് ഞങ്ങൾ ഉമ്രു ഫാൻസിന് ഇഷ്ടമല്ല. എന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു ദേശായി കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല. ഓക്കെ, നിന്റെ എല്ലാ ഡിമാൻഡും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയണം. അല്ലേലും ബന്ധമൊന്നുമില്ലല്ലോ, പിന്നെ എന്നിട്ട് ബന്ധം? ശിരസറക്കാൻ വേണ്ടി ഞാൻ എന്റെ വാളിന്റെ മൂർച്ചയൊന്ന് കൂട്ടുകയാണ്. ഓ വാവ്. യുദ്ധം എനിക്കെന്നും ഇഷ്ടമാണ്. ഞാൻ ക്ഷത്രിയരോടെ യുദ്ധം ചെയ്യും. നീ എന്റെ മുന്നിൽ കാലാൾപ്പട പോലും അല്ല.
ബാഹുബലിയിലെഴുതോ ഇങ്ങനെ ഡയലോഗ്? സൂപ്പർ. വാളെടുത്ത് എന്റെ നേരെ വീശുമ്പോൾ അത് നിന്റെ കഴുത്തും കൊണ്ട് പോവാതിരിക്കാൻ നോക്കണം. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. കിട്ടില്ല സ്ക്രിപ്റ്റ് റൈറ്റർ. അമ്മ ഇവിടെ എവിടെയും കാണുന്നില്ല. കാണാനില്ല എന്നാ? ഈ വീട്ടിൽ എല്ലായിടത്തും നോക്കി കാണുന്നില്ല. എന്റെ പൊന്നാമൃത, അപ്പൊ നീ പുറത്ത് നോക്കിയില്ല, അതേപോലെ പുറത്തു നിൽക്കണേ. അതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞില്ല. ഓക്കെ അവളുമായിട്ടുള്ള എന്റെ ബന്ധം അവസാനിക്കുന്നു. ഓക്കെ. ഊർമിള ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അവളുടെ വിചാരം. അങ്ങനെ ഉമറോട് എല്ലാവരും കുറ്റം പറയും. Really? അടുത്ത ദിവസം അടുക്കളയിൽ ഒരു കാഴ്ച. പച്ചക്കറി സാമ്പാറിനാണോ? അവിയലിന്. നിനക്ക് ഏതാ വേണ്ടത് അത് ചെയ്തോളൂ. അല്ല, ഉമ്മറ് പണിയെടുക്കേ. നോം എന്തായി കാണുന്നേ? ഇഡ്ലി സിസിലിയെടുത്ത് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പുറമണിക്ക് പോരിക്കാം. സിസിലിയടത്തിയുടെ ലൈഫ് നല്ല ബെസ്റ്റ് ലൈഫ്. അമ്മയെ കൊണ്ട് അവള് മാപ്പ് പറയിച്ചു. പക്ഷെ നമ്മുടെ അഞ്ജലി അർജുനോടും അമൃതനോടും സത്യം പറയും. എന്റെ പ്രണയം 4G ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അഭിഷേക് വർഷ റൊമാൻസ്. നിന്റെ ഈ പ്രണയത്തിന് ഞാനൊരു സമ്മാനം തരട്ടെ. ഉമ്മയാവും. ടാറിലേക്കുള്ള ഫ്ലൈറ്റിന് നമ്മൾ പറക്കുന്നു. ബാംഗ്ലൂർ, മൈസൂർ. ബാംഗ്ലൂർ, മൈസൂര്. വല്ല തായ്ലൻഡിലേക്ക് പട്ടായിക്ക് പോടാ. ആ മതി മതി മതി. ഉമ്മയാ. അപ്പൊ മറക്കണ്ട, 4 മണി. ഓക്കെ ഓക്കെ, മറക്കില്ല. ഞാൻ പറക്കാൻ പോകുന്നു. മൈസൂർ, ബാംഗ്ലൂർ. ഈ ട്രിപ്പ് എങ്ങനെ പോയാലും മുടക്കും. നോക്കിക്കോ, കാരണം മൈസൂരും ബാംഗ്ലൂരും പോലെ പറ്റിട്ടില്ല. പക്ഷേ ഊർമിളയ്ക്ക് തലവേദനയാണെന്ന് കേട്ടു. നീ ആ മരുന്ന് എടുത്തു കൊടുക്ക. എന്താ ഉമ്രുവിന് ഗുളിക എടുത്ത് കഴിക്കാനറിയില്ല? ബാക്കി എല്ലാം അറിയാലോ. എന്താ പക്ഷേ ഇത്? ലൂസ് കോണ്ടാക്ട് തോന്നുന്നു. ലൂസ് കോണ്ടാക്റ്റാ? മിക്സിയാ? ഇതിനൊന്നും ഇലക്ട്രീഷ്യന്റെ ആവശ്യമില്ല, ഞാൻ ശരിയാക്കി തരാം. വർഷം ശരിയാക്കും. എന്റെ വീട്ടിലെ മിക്സി കടായപ്പോ വർഷാനെ വിളിക്കായിരുന്നു. പക്ഷേ സൂക്ഷിച്ചു വേണേ. അമ്മ പേടിക്കണ്ട. വർഷാതെ ഇലക്ട്രീഷ്യൻ നന്നാക്കി ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലാരും. ബാംഗ്ലൂർ പോക്ക് എങ്ങനെ മുടങ്ങാന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൂചന കിട്ടിയില്ല? അത് തന്നെ. യോ ഊർമിളെ, മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം. നീ ഒന്ന് നോക്കിക്കോണേ. മൊബൈൽ ചാർജ് ചെയ്യണത് ഊരിയില്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിക്കില്ല. ഭയങ്കര പ്രശ്നമാ. ഇത് അടുപ്പത്ത് പാല് വെച്ചിട്ട് ഓടണ പോലെയാണ് അത് ഓടണേ. അടിച്ചു അമൃതയ്ക്ക് ഷോക്ക് അടിച്ചല്ലോ, വർഷയ്ക്ക് ഷോക്ക് അടിച്ചു. അത് പൊളിച്ച്. എന്നെ എഴുന്നേപ്പിച്ച്. നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അതിപ്പോ എന്താ എനിക്കാൻ പറ്റാത്ത? വർഷേ യോഗ ചെയ്യാ, അവളെ ശല്യപ്പെടുത്തണ്ട. അടുക്കളയിൽ യോഗ ചെയ്യുകയാന്ന് പറഞ്ഞപ്പോൾ വെള്ളം തൊടാതെ അത് വിശ്വസിച്ച് മധുവാണ് എന്റെ ഹീറോ. ഇന്ന് മൈസൂർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കണക്കിന് മൈസൂര് പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ചിരിക്കണ്. ആ സുലഭ നിമിഷമാണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ചേച്ചി, ഞാനാ കൽപ്പന. കൽപ്പനയാ? ആരാ കൽപ്പന? നീ ആരാ? എന്റെ ചെറിയ മാമന്റെ മോളാ. ചെറിയ മാമയുടെ മോള് കൽപ്പന. ഇപ്പോഴെന്നെ മനസ്സിലായി. കല്യാണത്തിന് വരഞ്ഞേ. എന്റെ ട്രെയിനിങ് അവിടെ അടുത്താ ചേച്ചി. ട്രാൻസ്ഫർ കിട്ടിയപ്പോ കറക്റ്റ് വിളിച്ചു. നിക്കാൻ ഒരു വീട് വേണം, പിള്ളേരെ നോക്കാൻ ആളും വേണം. അല്ല ഡേ കെയറിൽ കൊണ്ടാക്കണേ. നിങ്ങൾക്കൊക്കെ ശല്യമായിരിക്കും. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? അയ്യോ, ശല്യം അറിഞ്ഞിട്ടും വിളിച്ചു ചോദിച്ചാ മനസ്സ് അത് കാണാതെ വരുന്നിട്ടാ. കൽപ്പന നന്നായിട്ട് ക്ഷീണിച്ചല്ലോ. ഈ ക്ഷീണിച്ചോന്ന് ചോദിക്കാൻ എത്ര കൊല്ലം മുമ്പ് അവളെ കണ്ടേ? 6, 7, 8? ഈ ഗേറ്റിന്റെ അപ്പുറത്തിറങ്ങി നിൽക്കുക. അവര് വന്നിട്ടില്ലെന്ന് പറയണം. ഈ കൽപ്പന ആ 2 കുഞ്ഞു പിള്ളേരെ വീടിന്റെ പുറത്ത് നിർത്തിന്ന് ഒറ്റയ്ക്ക്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയാണോ, ഈ നിഷ്കളങ്കരെയാണോ തലതെറിച്ച പിള്ളേരെന്ന് പറഞ്ഞേ? നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി, അങ്കാരിയാ. അമൃത നല്ല കുട്ടിയാ, നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളിക്കാൻ കുറെ കളിപ്പാട്ടം വേണം. ഓക്കെ, വാങ്ങിത്തരാം. അത് വെച്ച് കളിക്കാനാവൂലേ? വാങ്ങി തന്നാലും ഞങ്ങൾ തല്ലി പൊട്ടിച്ചു. ശരി. ആഹാ, നല്ല പിള്ളേര്. തുടങ്ങിയല്ലേ ആന്റി? വേണ്ട ആന്റി, 6ന്റെ ചില്ല് പൊട്ടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ടാണ് അവരെ ചെറിയ ബൾബ് പൊട്ടിച്ചത്. ഈ സ്വഭാവം എനിക്ക് ഇഷ്ടായി. കൽപ്പന വില കുറച്ച് കഴിഞ്ഞ് തന്നെ പറയണേ. ബെസ്റ്റ് ഫ്രണ്ട് ആക്കോ? അത് രാകേഷാ. രാകേഷോ? അതാരാ? അതാരാ? എന്റെ ബോയ് ഫ്രണ്ട്. യു ഹാവ് ബോയ് ഫ്രണ്ട്? ഓ മൈ ഗോഡ്, എനിക്ക് മാത്രമില്ല. അമൃതയ്ക്ക് അറിയോ, ഒരു സെർവന്റിനെ കിട്ടണമെങ്കിൽ 10 പ്രാവശ്യം കാല് പിടിക്കണം. എന്താ രാവണന്? അന്ന് ആന്റി എപ്പോ നോക്കിയാലും മുറി കയറി അമ്മയുടെ പൗഡറും പൊട്ടും അടിച്ചു മാറ്റും. ഈ ചേച്ചി പൗഡർ ഇട്ടു, നീ ചേച്ചി പൊട്ടിയുടെ പൊട്ടി. ഞാൻ കുറച്ച് പൗഡറില് മുളപൊടി മിക്സ് ചെയ്ത് റോസ് പൗഡർ ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഓ കില്ലാടി പിള്ളേര്. ഇങ്ങനത്തെ പിള്ളേരാണ് എല്ലാ വീട്ടിലും വേണം. അയ്യോ, ഇത് ഞാൻ എടുക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നു കൽപ്പന, ആ സിസിലി ചേച്ചി ആ പണിയെങ്കിലും എടുക്കട്ടെ. വേറെ ഒരു പണി ചെയ്യാൻ ഈ വീട്ടിൽ ആരും സമ്മതിക്കൂല. എന്താ നീ പൊടി. കൽപ്പനയ്ക്ക് 2 ഓമന കുട്ടികളെയാണല്ലോ കിട്ടിയത്. ഓമനല്ല, വാമനാണ്. വാമനൻ. എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയാ വളരുന്നത്. ഇത് ഇത്തിരി കൂടുതലാ. അപ്പോഴും അർജുൻ ഒഴിഞ്ഞു മാറി നിൽക്കും. അവന്റെ കയ്യിൽ എപ്പോ നോക്കിയാലും ഒരു പുസ്തകം കാണും. അർജുന്റെ കയ്യിലാണെങ്കിൽ കൊച്ചു പുസ്തകമാവും. ഇയാളിതിപ്പോ എവിടെ നിന്ന്? അമൃതേ, അതിനിടയ്ക്ക് കുട്ടികളെ കയ്യിലെടുത്തോ? കയ്യിലെടുത്തില്ലല്ലോ, അമൃതയുടെ കൈ പിടിച്ചല്ലോ. പക്ഷെ കയ്യിലെടുത്തു നോക്കി. എന്താണ് കണ്ണുണ്ടോ നിങ്ങക്ക്? അതിന് ഞങ്ങൾ റാഗ് ചെയ്യാൻ പോവാ. മുട്ടയൊന്നും ഇല്ലാത്ത പിള്ളേരാ. ഹലോ 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 ഹലോ
അയ്യോ കഴുത്തേക്ക് കൊല്ലാൻ നോക്കണം നീ. അങ്കിളിനെ കുറച്ചു നേരം പുറത്തു കൊണ്ട് വെയിൽ കൊള്ളിക്കാം. ഈ തല ചൂടാകുമ്പോ അല്പം എണ്ണ ഒഴിച്ച് ബുൾസ് അടിക്കാം. അതിലും ഭേദം ബോധം എടുത്തതല്ലേ നീ കുരുപൊട്ടി നിക്കാന്ന് അറിയാം, കാണിച്ചു തരാം. വർഷ. ഇവരെ ഞാനൊന്നുമില്ല. അടുക്കളയിൽ പോകുന്നുണ്ടല്ലോ, എന്തിനാണാവോ? സ്ഥലമൊക്കെ അറിയോ ബക്കറ്റിരിക്കണേ? മൈദയാ? എന്താ മക്കളെ, എന്തെങ്കിലും വേണോ? No! ഇതെന്റെ സിസിലി ചേച്ചിയല്ല, എന്റെ സിസിലി ചേച്ചിയുടെ സൗണ്ട് ഇങ്ങനെയല്ല. ഈ മാവ് കൊണ്ട് വർഷ കുളിപ്പിക്കണം. ഓ, വർഷയുടെ തലയിൽ ഇടാൻ വേണ്ടിട്ടാണ് മൈദ എടുത്തത്. കുക്കി, എടേ, ഇത്രയും ബുദ്ധിയുള്ള പിള്ളേരാ, ഇവര് ശാസ്ത്രജ്ഞന്മാരാവണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരു കട തുടങ്ങാൻ പോകും. അത് നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? ഓക്കെ, ഞാൻ ഏറ്റു. ഓക്കെ. സൂപ്പർ 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 സൂപ്പർ. അടി. സോറി വർഷേ. വർഷ, ഞാൻ തള്ളേ അവളുടെ ഒരു സ്റ്റോറി. ഇവളുമാർക്കിട്ടൊരു പണി കൊടുത്തേ മതിയോ? വർഷ, ഈ പിള്ളേർക്ക് ഒരു പണി കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഇവരെ ഞാൻ അർജുന്റെ റൂമിലാക്കിയിട്ട് അവിടെ നശിപ്പിക്കാൻ പറയൂ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചോ. 100 രൂപയുടെ ചൈന വാച്ചാണ് അർജുൻ കെട്ടണ. എന്റെ ഉണ്ടല്ലോ. മാനേജർ ഇപ്പൊ വരും. ഇന്ന് പണി പാളും. മാനേജർ അപ്പൊ കുട്ടൻ കൊണ്ട് കൊടുക്ക്. കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആയിരിക്കും, അതെനിക്ക് അറിയാതെ. നല്ല ദേഷ്യം വരട്ടെ. വാവ്, നല്ല സൂപ്പർ ആയിട്ട്. എവിടെ അർജുൻ? എവിടെ? ഇതുണ്ടാക്കുന്നത് അമൃതയ്ക്ക് വേണ്ടിയാ. ശരി, പാവാമൃത ഈ ചവന പ്രാവശ്യം കഴിക്കണ. പേരൊന്നും ഇട്ടിട്ടില്ല, ഞാൻ റിസർച്ച് ചെയ്തെടുത്തതാ. നിങ്ങൾ പരീക്ഷിച്ചുണ്ടാക്കുന്ന സാധനമാണോ ഞങ്ങളുടെ അമൃത കൊച്ചിന് കൊടുക്കുന്നേ? വയറ്റുള്ള കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോ? പേര് അമ്മു സ്പെഷ്യൽ എന്നാ. അമ്മോ സ്പെഷ്യൽ. ഉമ്മറിന്റെ കഴുത്തിൽ എന്താ ചന്ദനത്തടി കെട്ടി തൂക്കിയിട്ടാണ്? കഴിച്ചു തീർക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ക്യാരറ്റ് ജാം ഉണ്ടാക്കണ അതിനാണ് അമ്മു സ്പെഷ്യൽ. അടി അടിക്കും ഞാൻ. ആ അർജുൻ വന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു സീൻ നടക്കും. റൂമിലെത്തി അർജുൻ. ഇതെന്താ ഇവിടെ കാട്ടാനും അറിയാം? ഈശ്വര, എന്റെ 100 രൂപയുടെ കോസ്റ്റ്ലി വാച്ച്. അർജുനിലെ കലിപ്പൻ ഉണർന്നു. എന്താ എന്താന്ന് നിനക്ക് അറിയില്ല അല്ലേ? എന്താ ഈ മുറിയിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഓഫീസ് ഫയലുകൾ മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുക. എന്നാലും എന്റെ പൊന്നർജുൻ, ഓഫീസ് ഫയൽ വീട്ടിലാണോ നീ വെക്കുന്നത്? ഓഫീസിലല്ലേ വെക്കണ്ടേ? ഹോം ഫയൽ മാത്രം വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. ഈ നശീകരണങ്ങൾ എന്തിനെ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയത്? അത് ശരിയാ. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അതായിരിക്കും ഏറ്റവും വലിയ ശാപം. അർജുൻ പണിക്ക് പോയി. എന്റെ അടുത്തിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അർജുൻ. അർജുനേട്ട എന്താ ഒന്നും മിണ്ടാത്തേ? അർജുൻ ശല്യം. എനിക്ക് വട കഴിക്കാനും സമ്മതിക്കൂല. സമാധാനത്തിന് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. ചീവീടുകളാ രണ്ട് സൈഡിലിരുന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയ്യോ ഏട്ടാ. അർജുൻ പിന്നെ പണിക്ക് പോയി. കുട്ടികളായാലും വലിയവരായാലും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം പറഞ്ഞ എല്ലാവരും കോംപ്ലിമെന്റ്സ് ആയി. കിടക്കാം, ഉറങ്ങുന്ന കാര്യം പിന്നെ ആലോചിക്കാം. ഉറങ്ങാതെ എന്താ പരിപാടി? ഉറങ്ങാനുള്ള നിന്റെ അവകാശം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഉറങ്ങാതിരിക്കാനുള്ള എന്റെ അവകാശം നീ അനുവദിച്ചു തരണം. അനുവദിച്ചിരിക്കുന്നു. ചേച്ചി, അർജുൻ ഈ കുരിപ്പുകൾ സമ്മതിക്കൂല. ഏട്ടാ ഇവരൊന്ന് വേണ്ട, നിങ്ങൾ പോയി അമ്മയോടൊപ്പം കിടക്കും. അമൃത, പണി പാളി അർജുനേട്ടാ. ഇവരിവിടെ കിടക്കട്ടെ. എന്താ ചിരിക്കാൻ? പാതിരാത്രി ഇപ്പൊ എന്റെ അർജുൻ ഇവിടെ എന്തൊരു മണം. കിടക്കൽ മുള്ളിയ എന്തൊരു സ്മെല്ല ഇത്? സ്മെല്ലോ? ഈ പെർഫ്യൂം ഇവർ ഉറക്കത്തിലടിച്ചിട്ടായിരിക്കും. ശരി, ആരാ ബെഡിൽ മുള്ളിയത്? ഞങ്ങളല്ല. നിങ്ങളല്ലേ? പിന്നെ ആരാ? അർജുനേട്ടനായിരിക്കും. അതിന് ചാൻസ് ഉണ്ട്. ചേച്ചി ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കുഞ്ഞിലെ? അയ്യടാ. അമൃതമില്ലേ, ദൈവമേ ദൈവദോഷം പറയരുത്. എനിക്ക് ബെഡ് പോലും ഉണ്ടായില്ല, പിന്നെ എങ്ങനെ ഒഴിക്കാനോ? ഞാൻ പായൽ ഒഴിച്ച്. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ അർജുന്റെ ഫയലിൽ ഒരു പേപ്പർ സെറ്റ് അടി പോവും. എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? അവനൊരു ആന പോടാ. നാളെ നീ ഒരു അച്ഛനാമൻ പോവാ. ഇതുപോലെ ഒരു സന്തതിയാണ് ജനിക്കുന്നതെങ്കിൽ എനിക്ക് അച്ഛനാവണ്ട. ഇവൻ കുഞ്ഞു പിള്ളേരെ കളി കഷ്ടമുള്ള പീക്കിരി പിള്ളേരോട് തല്ലുപിടിക്കുന്നു. അർജുന പിള്ളേരെ കണ്ട പണ്ടത്തെ അമൃതേരെ കണ്ട പോലെയാ. നമ്മുടെ അർജുന്റെ ലാപ്ടോപ്പിൽ കുരിപ്പുകൾ നശിപ്പിച്ച്. നാളെ നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. ആ കുഞ്ഞും ഇതേ കുറ്റം ചെയ്യാം. കയ്യും കാലും ഞാൻ തല്ലി ഒടിച്ച് എവിടെയെങ്കിലും കെട്ടിയിടും. പറഞ്ഞേ അർജുന്റെ കളിപ്പ് കാരണം
കൽപ്പന പിള്ളേരെയും കൊണ്ട് വീട് വിട്ടു പോയി. അർജുന്റെ അമൃതയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇനി എന്താ? അർജുന് ആ കുഞ്ഞ് വേണ്ട. അമ്മേ, ഞാൻ അർജുൻ ഞാനാ എപ്പ പറഞ്ഞു? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നീ പറഞ്ഞ വാക്കുകൾ ഒരിടുത്തി പോലെ എന്റെ നെഞ്ചിന്റെ മീതയുണ്ട്. അങ്ങനെ പറ. ഈ കറുപ്പമാലയായിരുന്നു ഇടുത്തി. ഞാൻ അതുവരെ ഇടുത്തി കണ്ടിണ്ടായില്ല. ഉമ്മർലാദേവിയുടെ നെഞ്ചത്തിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഇവിടെയുള്ള ഒരാളെങ്കിലും പറയട്ടെ ആ കുട്ടികളെ ഇഷ്ടമല്ലാന്ന്. ഞാൻ എന്ത് ഐശ്വര്യമുള്ള കുട്ടികളാണ്. ഐശ്വര്യമുള്ളതാ ആ കുരിപ്പുകളാ. തള്ള ചുമ്മാ ബോധം പറയുന്നുട്ടാ. ഇന്നു മുതൽ അമൃതയും നിനക്ക് ആരുമല്ല. ഈ തള്ളക്ക് ഭ്രാന്താടാ. അമൃതയുമായിട്ടുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിക്കുന്നു. അമൃതേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറയുമ്പോ ഈ തള്ള സമ്മതിക്കൂല. ഇനി അമൃതയ്ക്ക് തീരുമാനിക്കാം, ഞാൻ വേണോ അതോ അർജുൻ വേണോ എന്ന്. അമൃത പുല്ല് ചെകുത്താന്റെ കടലിന്റെ നടുക്കായില്ല ദൈവമേ. എന്നെ മതിയെങ്കിൽ എന്റെ കൂടെ വാ. അമൃത അർജുന്റെ കൂടെ പോവോ ഉമറുവിന്റെ കൂടെ പോവോ? ഉമറുവിന്റെ കൂടെ എന്താ സംശയം? ഞാൻ എന്റെ അമ്മയല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ശരി, ഇത് കൊള്ളാം. അമൃതേ, ഞാൻ പറയുന്നു. നീ ഒന്നും പറയണ്ട. നിനക്ക് ഭ്രാന്താടാ നീ. അമ്മേ, അർജുൻ അപ്പൊ ഞാൻ പൊട്ടനാ. എന്റെ ശീതൾ വന്നിട്ട് വരെ ഞാൻ നിന്നെയാണ് സ്നേഹിച്ച അമൃത, നീ അല്ലാതെ എനിക്ക് ആരും എന്നെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞാലും അമൃത പോകും. മുഴുവൻ അങ്ങനെ. സെയിം ഡേ നമ്മുടെ അഭിഷേകിന് വർഷപ്പാലിൽ വശീകരണ പൊടി കലക്കി കൊടുക്കും. ആണുങ്ങൾക്ക് വശീകരണം ഉണ്ടാക്കുന്നതാ അറിയാതെ നീ എടുത്ത് കുടിച്ചേക്കരുത്. എന്റെ ഒരു സംശയമാണ്, ഇവർക്ക് ഈ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഇത് ഡൗട്ട് ഒന്നും വെച്ചാണേ. അർജുന്റെ ഒരു അവസ്ഥ നോക്കണേ. പാതിരാത്രി 12:15 സ്വന്തം ഭാര്യയ്ക്ക് ഒളിച്ച് മെസ്സേജ് അയക്കുന്ന അവസ്ഥ. അമൃതേ, തള്ള സമ്മതിക്കൂല. എന്നാ ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അഭിഷേക് കണ്ടു. റിപ്ലൈ കിട്ടാത്ത അർജുൻ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് അഭിഷേകും വർഷയും റൊമാൻസ്. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഉണ്ട്. വർഷ ഇവരിതെങ്ങനെ മനസ്സിലായി? സത്യമായിട്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. വർഷ ഇല്ല ഞാനൊന്നും കളിക്കട്ടില്ല. പഞ്ചാര ശരി, അതായിരുന്ന മനുഷ്യ പേടിച്ചോ? ഇല്ല രണ്ടു മൂന്ന് ഫയലൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. മണ്ടൻ. ഇവരെടുത്ത് തോട്ടിൽ തല. നിന്നോടുള്ള എന്റെ അടങ്ങാത്ത സ്നേഹം ഈ പാലിൽ ചേർത്തിരിക്കാൻ ഞാൻ. ഇവരിതെന്തോന്ന്? ഇത് നീ കഴിച്ചുകൊണ്ട് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കൂ. സ്നേഹത്തിൽ ചെറിയ പാല് കുടിക്കുന്നത് കുഞ്ഞിപ്പിള്ളേരെ. അങ്ങനെ വശീകരണ പൊടി കളിക്ക് പാല് മൊത്തം വർഷങ്ങൾ കുടിക്കും. എന്നിട്ട് തല ഇറങ്ങി അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. രാത്രി അമൃത ഫോൺ എടുത്ത് അർജുന് മെസ്സേജ് അയക്കാൻ പോകുമ്പോ തള്ള സമ്മതിക്കൂല. ഇളമയെ കൊണ്ട് മാപ്പ് പറയിച്ചു. വർഷമുള്ള സത്യമൊക്കെ ഇവിടെ വിളിച്ചു പറയൂ. ഞാനായിട്ട് ഒരു ബന്ധമില്ലാന്ന്. അതും നിങ്ങൾ പറയിച്ചതല്ലേ? ഉമറുവിനെ കൊണ്ട് മാപ്പ് പറയിച്ചതും ഉമറും ഞാനായിട്ടൊരു ബന്ധമില്ലാന്ന് പറയിച്ചതും എല്ലാം വർഷം പറഞ്ഞിട്ടാന്ന് അർജുൻ അല്ല അഭിഷേക് അറിയും. അമൃത നീ ഇരുന്നോളൂ. അല്ലമ്മേ, ഞാൻ പിറ്റേന്ന് രാവിലെ ദേശായി കുടുംബക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവർ ദേശായി കുടുംബം അല്ലട്ടാ, ഇവരുടെ പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് കുടുംബം. എനിക്കിഷ്ടമില്ലാത്തവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ശരി, അർജുന പടിയടച്ച് പിണ്ടം വെച്ചാ. ഞാനിരിക്കുന്നതിന്റെ പേരിൽ ആരും പോകേണ്ടതില്ല. നീ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിനക്ക് ശരിയല്ല. അത് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അത് പോയിന്റ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു? നിനക്ക് ഭ്രാന്തായോണ്ട്. ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഈ കാര്യത്തിൽ കൂട്ടുവെക്കാൻ പറ്റില്ല. ഇയാളുടെ സമ്മതം മറ്റിട്ടാണ് എല്ലാരും എല്ലാം ചെയ്യണം. ചായ കിട്ടിയില്ല. ഇതൊക്കെ പറഞ്ഞ അർജുനൻ തിരിഞ്ഞു മഞ്ഞക്കിളി. ഈ തള്ള ബാക്കിൽ നിന്നിട്ട് നീ എന്താടി പറയാഞ്ഞേ? സിസിലിയോട് അവന് ചായ കൊണ്ടു കൊടുക്കാൻ പറ. എന്റെ ഉമ്മറിനെ സിസിലിനോട് പറഞ്ഞൂടെ? ഡ്രസ്സും വാച്ചും കൊടയും വടിയൊക്കെ ഇനി അവിടെ ഇരിക്കുന്നത്. റൂമിൽ വന്ന അർജുൻ ഡ്രസ് ഒന്നും കാണാനില്ല. ഒരു പുരുഷനും വിവാഹം ചെയ്യാൻ പാടില്ല. ചെയ്താൽ തന്നെ പിണങ്ങാനും പാടില്ല. അതെ, ചെയ്തവർക്ക് അങ്ങനെ പലതും പറയാലോ. ഏറ്റവും നല്ലത് സ്വന്തം സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിക്കുന്നത്. അതെ, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ തന്നെയാണ് എടുത്തു വെക്കുന്നത്. നിനക്ക് എന്താ സൂക്ഷിച്ച? ഇതിന്റെ ഡ്രസ്സൊക്കെ എവിടെയെന്ന് അറിയാതെ തപ്പുന്നുണ്ടാവും. ഒളിഞ്ഞു നിന്ന് സ്നേഹം. ശരി ഉണ്ണി. പിന്നെ we need our Sicily's out back. We need justice. ചായ ചായവടി. അമൃത ഇട്ടത് എടുത്ത് അറിയാതെ എടുത്തോണ്ട് ഒന്നാവും. ഇല്ല സാറേ. അർജുൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അമൃതയിട്ട ചായയുടെ ടേസ്റ്റ് എനിക്ക് അറിയാലോ. അമൃത ഉണ്ടാക്കുന്ന ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ചായക്ക് താടി മിച്ചുണ്ടോ നിനക്ക് മനസ്സിലാവാൻ? അതുപോലെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞത്. ചേച്ചി എന്റെ പൊന്നു മോനെ അടുക്കളയിൽ ആകൊരു ചായപ്പൊടി ഉള്ളത് ഇട്ടുണ്ടാക്കി കഴിഞ്ഞ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. അമൃത ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ടേസ്റ്റ് ഒന്നും വരില്ല. വാച്ച് എവിടെ ഇരിക്കുന്നു പറഞ്ഞത്? വാച്ച് എവിടെയാണെന്ന് പറഞ്ഞില്ല. അർജുൻ എല്ലാം മനസ്സിലായി. മാപ്പ് പറയിച്ചു. രാത്രി വശീകരണ പൊടി ഓടിച്ച് വർഷ സത്യം വിളിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഉമറുവിനെ കൊണ്ട് മാപ്പ് പറയിച്ചത് കൊണ്ട് വർഷയും അഭിഷേകം വഴക്കായി. എംഡിയുടേത് ഒഫീഷ്യൽ ടൂർ ആണോ? ഓഫീസിലെത്തി അർജുൻ. എം ഡി നമ്മുടെ ദേവേട്ടനല്ലേ? അല്ല സർ, കമ്പനി എയർ ടിക്കറ്റും അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഞാൻ അന്നേ പറഞ്ഞില്ല അയാൾക്ക് പട്ടായിക്ക് ട്രിപ്പ് പോകാനുണ്ടെന്ന് വിളിച്ച്. അർജുൻ അമൃതേനെ ഒന്ന് വിളിച്ച് നോക്കാം. ഹലോ അമൃത. ഫോൺ എടുക്കുന്ന അമൃത. ഈ തള്ളയുടെ റിമോട്ട് എങ്ങാനും കൊടുക്കണ്ട. എനിക്ക് കോള് വരുമ്പോഴേക്കും ഈ തള്ളേക്കിന് അറിയുന്നേ. എനിക്ക് ആന്റിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു.
കൽപ്പന നീ പോടർക്ക് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട. എന്റെ ഭാഗത്താണ് തെറ്റ്, ക്ഷമിക്കണം. അങ്ങനെ അർജുൻ കൽപ്പനയോട് ക്ഷമ ചോദിച്ച് കുട്ടികളെ തിരിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ട് വരും. എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അർജുനേട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അർജുൻ എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാ വന്നത്. ഐഫോണാ? ഈ ചെറിയ പരിപാടിക്കാ? അർജുനേട്ടനോട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന്. എനിക്കറിയാൻ പാടില്ലാത്തത് ഇവന്റെ ആക്ടിങ് ഇതുവരെ കഴിഞ്ഞില്ലേ? പണ്ട് മഞ്ഞു മുത്തശ്ശി വന്നപ്പോ അമൃതയുടെ വെച്ചായിരുന്നു ആക്ടിങ്. ഇപ്പൊ കുട്ടികളെ വെച്ച ആക്ടിങ്. എന്ത് ചെയ്താലും ഇവന്റെ ആക്ടിങ് പൊളി. അർജുനേട്ടന് ഞങ്ങളെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഇതെത്ര കണ്ടേണ്. ഇതിലെന്തോ ഒരു രഹസ്യധാരണയുണ്ട്. കാര്യങ്ങളൊക്കെ ഉമ്രൂന് മനസ്സിലാവും. എന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന കളിക്കാനായിട്ട്. അത് വർഷ. അതായത് പിള്ളേര് അർജുനോട് സത്യം പറയും. അതായത് വർഷേച്ചിയാണ് ഇവരെ റൂമിൽ കയറ്റി വിട്ടതെന്നും ഇതൊക്കെ എടുത്ത് തന്നതെന്നും ഒക്കെ നശിപ്പിച്ചതെന്നും വർഷേച്ചിയാന്ന് പറയും. ഇതറിഞ്ഞ അർജുൻ എന്ത് ചെയ്യും? പിള്ളേരെ വർഷയുടെ റൂമിലേക്ക് കയറ്റി വിടും. വാ, ഞാൻ മുറി കാണിച്ചു തരാം. ഒന്ന് കാണുന്ന വർഷപ്പാണി പാളിയില്ല, കുരിപ്പുകളെ അങ്ങ് കൊല്ലും. ഞങ്ങക്ക് അർജുനേട്ടൻ വരുത്തരണം. എന്തൊക്കെ ആക്ടിങ് കാണുന്ന ദൈവമേ. പിള്ളേർക്ക് ഫുഡ് അർജുൻ കൊടുത്താലേ ഇറങ്ങുന്ന ഇത് കാണുമ്പോ തന്നെ സംശയം തോന്നില്ല. ആ പൊട്ട നിനക്ക് എന്ത് ഡിഗ്രി നടാ പറഞ്ഞ നീ? അർജുനേട്ടൻ ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കെങ്കിലും മനസ്സിലായില്ലോ. ഇതിന്റെ ഇടയ്ക്ക് അവിടെ അഞ്ജലിക്ക് ജനി പിടിച്ചു. അയ്യോ പൊള്ളുന്നു, നല്ല ടെമ്പറേച്ചറാ. നല്ല പനിയാണല്ലോ, ഞാൻ വിചാരിച്ചു മോശം പനിയാന്ന്. കൊന്നുകളെ ഞാൻ. എന്തൊക്കെയാണ് കളിപ്പാണോ? പറഞ്ഞതുപോലെ ചെയ്യും. ഇളയമയാണെന്ന് നോക്കില്ല. പേടിച്ചിട്ട് ഞാൻ മറ്റൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ കുത്തിയിരിക്കും. കുത്തിയിരിക്കണം. നിന്നെ അവിടെ കസേരയില്ലേ? അഞ്ജലിക്ക് ഒരു ചുക്കാപ്പി ഇട്ട് കൊടുക്കാൻ കഴിയോ? സീ തന്നെ ഇങ്ങനെ മേലാൽ കളിപ്പാവരുത്. ഇത് പുതിയ ലാപ്പാണല്ലോ. വർഷ പിന്നെയും പിള്ളേരെ എരി കയറ്റിയിട്ട് അർജുന്റെ ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കും. ഇത് കാണുന്ന അർജുൻ. നീയാ എന്നെ അമൃതി വേർപിരിക്കാൻ കാരണം. ഈശ്വരാ, ആക്ടിങ് ഓവർ ആക്ടിങ്. മിണ്ടി പോരുത്. എനിക്ക് ഓന്തിന്റെ സ്വഭാവം നിനക്കറിയാലോ. പേടിച്ചിട്ട് ഞാൻ ഇവിടെ കിരൺ അഞ്ജലി റൊമാൻസ് ചുക്ക് കാപ്പിയിൽ പ്രണയം കൈമാറുന്നു. What is sentimental and romantic scene? Wow! എനിക്ക് അമൃതി കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞതായി പ്രചരിപ്പിക്കാം. അർജുന്റെ പുതിയ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് പറയണം ഞാൻ അമൃതയെ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ എന്നെ തടയണം. ചിന്താവിഷ്ടേശാമളെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. അയ്യോ അച്ചപ്പോവല്ലേ, അയ്യോ അച്ചപ്പോവല്ലേ. അർജുൻ പിള്ളേര് കൊള്ളാം. 2 ഐഫോൺ വാങ്ങിച്ചു കൊടുത്താലും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അമ്മ വിശ്വസിച്ചത് തന്നെ. അർജുനേട്ടന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഉമ്മറ് ഇവരുടെ ആക്ടിങ് കണ്ടിട്ട് നല്ല ആർട്ടിഫിഷ്യൽ ആക്ടിങ് ആണല്ലോ. അർജുനേട്ടനെ അമൃത ചേച്ചി ഒന്നിപ്പിക്കണം. അർജുൻ ബിയിലേക്ക് എന്നോട് അമ്മയുടെ കളി. അമ്മേനെ പറ്റിച്ച പൈസ ഉണ്ട്. അർജുനേട്ടനോട് മാത്രമേ കൂടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സംശയം തോന്നി ഉമ്മറ് എന്ത് ചെയ്യും? പിള്ളേരെ കൊണ്ടുപോയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യും. പിള്ളേരുള്ള സത്യമൊക്കെ അങ്ങോട്ട് വിളിച്ചറിയും. ആന്റി വരുമ്പോ അങ്ങനെ പറയണോന്ന് പറഞ്ഞു. അർജുന അത് വെറുതെ അമൃതയുടെ സ്വന്താക്കാൻ വേണ്ടിട്ടേ ഒരു ഐഡിയ ഇറക്കിയതാണ്. അമ്മയ്ക്ക് ഇഷ്ടമായില്ല, കണ്ടുപിടിച്ചില്ലേ? ശരി എന്നാ. ധൈര്യം ഉണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് കല്ലെടുപ്പിക്കാതെ അതാ ചെയ്യേണ്ടത്. അർജുൻ പുല്ല് പിന്നെ നാണം കെട്ടാ ഞാൻ. ഒരു ഭ്രാന്തന്റെ അവിവേകമായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് വിവരമില്ലാത്തവനാണെന്ന് കൂട്ടാം. രണ്ടും സത്യം തന്നെ. കുട്ടികളെ കൊണ്ട് അമ്മ പറയിക്കുമ്പോ ഞാൻ നിന്ന് ഉരുവായിരുന്നു. എന്താ മെഴുകു തിരിയാ? ഈ തല ആരുടെ മുന്നിലും താഴ്ന്നത് കാണാൻ എനിക്കാവില്ല. യോ അമൃത, എന്നാ അർജുന ബാർബർ ഷോപ്പിൽ കൊണ്ടേ മുടി വെട്ടിക്കണ്ടാ, തല കുനിക്കേണ്ടി വരും. മനസ്സിലെ വേദനകൾ പരസ്പരം പങ്കുവെക്കാമായിരുന്നു. പാവം നമ്മുടെ അർജുന് വേദന പങ്കുവെക്കാൻ ആളില്ല. നീ വേദന ഇങ്ങനെ പങ്കുവെക്കുക ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, എപ്പോഴും എന്നോട് പരിഭവം ഭാവിച്ചു പിണങ്ങുന്നു നീ. പാട്ടാ അർജുൻ മാനസമൈനെ പാടുന്നു. എന്നോട് പരിഭവം ചൊപ്പോ അഞ്ജലി കണ്ണീരിന്നു നിറഞ്ഞതെന്തേ. അതാരാ മൃതയുടെ പുറത്ത് മീശ വെച്ചിരിക്കണേ? അർജുൻ ഇത്രയും വലിയ പാട്ടുകാരനായിരുന്നു, കലാകാരനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്ത ദിവസം നമ്മുടെ ദേവേട്ടൻ അങ്ങ് USA വരും. നമ്മൾ തമ്മിലുള്ളത് ജെന്റിൽമാൻ കരാറാ. ഡോണ്ട് വയലേറ്റ് ദി അഗ്രിമെന്റ്. നമ്മുടെ ഉമ്രുവിന്റെ അനിയത്തി ജാസ്മിനെ കൊണ്ടാണ് വരവ്. ഞാൻ കുട്ടിയാണല്ലോ, ജസ്റ്റ് 34 ഇയേഴ്സ് അല്ല, ഒരു കുട്ടി. 34 വയസ്സ്, അത്ര കൊല്ലം മുമ്പ്. ശാരദ ആന്റി. ആ പേര് ഞാൻ ഗസറ്റി കൊടുത്ത് മാറ്റിയല്ലോ. ശാരദാദേവി മാറ്റിയിട്ട് ജാസ്മിൻ ആക്കി. ഊർമ്മയ്ക്ക് വേണ്ടാത്തവളാ, പിന്നെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ ഉമ്രു എല്ലാരും ആയിട്ട് അടിയാണല്ലോ, വെറുതെ എല്ലാം അങ്ങനെ ആയിപ്പോയെ. ജാസ്മിൻ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ഇങ്ങോട്ടാണെന്ന് ജാസ്മിൻ പറഞ്ഞു, കൂടെ അങ്ങ് പോന്നു. എന്താ KSRTC ബസ്സാണോ? അവിടെ വെറുതെ ഇങ്ങനെ കാണുമ്പോ ടിക്കറ്റ് എടുത്ത് കയറി വരും. 18ാമത്തെ വയസ്സിൽ ഊർമിള എന്തോ പറഞ്ഞെന്നും പറഞ്ഞു വീട് വിട്ടതാ. ഓ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. പരിചയപ്പെടുത്തേണ്ട ആള് തന്നെ അങ്ങ് ചെയ്തോ. ആരാ എന്താന്നുള്ള പുതിയ റിലേഷൻ ഒന്നും എനിക്കറിയില്ല. മധുവിന് പൊസസീവ്നെസ്. എന്നെ ദീദി എന്ന് വിളിച്ചോ. ചേച്ചി എന്താ ദീദിയാ? എന്താ ഷാമ്പൂന്റെ പരസ്യ? ദീദിയുടെ കയ്യില് ടാറ്റു കുത്തിയിരിക്കുന്നല്ലോ. ടാറ്റു അതും പറഞ്ഞ് കയ്യിൽ മാർക്കർ വെച്ച് വരച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചാ കള്ളി. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ പറഞ്ഞു നടക്കാനാ എനിക്കിഷ്ടം.
നമ്മുടെ ദീദി ന്യൂജൻ ആട്ടോ. വാ. അത് ദീദി അവളെ വിളിക്കണ്ട. ഇത് ഭയ അമൃത എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? എന്റെ അമൃതക്കുട്ടിക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അമൃതക്കുട്ടിക്ക് ദീദിയുടെ സമ്മാനം. പൊളിച്ച്. ഇത് കണ്ടുവരുന്ന ഉമ്രുവിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അമൃത എന്നാ ഇനി ഊർമി നന്നാവുക? ഈ കാലഘട്ടത്തിലെ സ്ത്രീ ആവുക. അതെ, എന്ന് ഉമ്രു നന്നാവാ. അവൻ ഇപ്പൊ ഇട്ട മാല നിന്റെ കഴുത്തിൽ വേണ്ട. എന്താണ് ഭായി, ഒരു ഗർഭിണിയാണ്, കഴുത്തൊക്കെ പിടിച്ചങ്ങനെ വലിക്കാനൊന്നും പാടില്ല സ്വർണ്ണമാല. ഊരിയെടുത്താ പോരെ. അവള് ദേവേട്ടനെ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് മധുവിന്റെ പൊസസീവ്നെസ്. ആരോടും ഇല്ലാത്ത ഒത്തിരി ഇഷ്ടം അവൾക്ക് ദേവേട്ടനോട് എങ്ങനെ ഉണ്ടായി? എന്റെ പൊന്നു മധു, ദേവേട്ടൻ ഒരു ജെന്റിൽമാൻ ആണ്. ആൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. എന്താടാ നിനക്ക് പറ്റാത്ത? ജാസ്മിനുമായി എനിക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. USA ഞാൻ ആരെങ്കിലും കൊന്നിട്ടുള്ള വരവാണോ? അതെന്തെങ്കിലും ആവട്ടെ. ജാസ്മിൻ എന്തോ കാര്യമായിട്ട് ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും? ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും ജാസ്മിൻ ന്യൂജൻ എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഇത് തന്ത വൈബ്. എന്താണത്? ഗുഡ് മോർണിംഗ് മെസ്സേജ് വായിച്ചോണ്ടിരിക്കണം. മുല്ലിപ്പൂലെഴുതിയത്. പുറമെയുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ. ആള് തന്ത വൈബാ. ജാസ്മിൻ, മാറ്റം അനിവാര്യമാണ്. തന്ത വൈബല്ല, അമ്മാവൻ വൈബ്. പ്രൊഫസർ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. അല്ല, എന്നാലും ആരെനിക്ക് പ്രൊഫസർ. അതിന്റെ കോൺസിക്വൻസ് എന്തായാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ദീദി വർഷേനോട് ചോദിക്കുന്നു. അമൃതയുമായുള്ള വിവാഹത്തിന് അർജുനേട്ടന് ഇഷ്ടമുണ്ടായിരുന്നില്ല. വർഷെല്ലാം പറയുന്നു. എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അത്രയല്ലേ ഉള്ളൂ. ഇറക്കി വിടട്ടെ, ഞാൻ അതിൽ സന്തോഷിക്കും. പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുമ്പോ സന്തോഷിക്കാൻ. ജാസ്മിൻ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. അടിപൊട്ടട്ടെ. ഇരുന്ന് അടിപൊട്ട. അപ്പൊ വർഷേനെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയോണ്ട് തന്നെ എല്ലാവരും എനിക്ക് പോയി. കവി ബിയിലേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കും. പൂച്ചയാ വള്ളി കെട്ടിട്ട് അങ്ങോട്ട് പോണ്. അയ്യോ പോവല്ലേ. അമൃതാബിയിലെ ക്യാമറയിൽ പോവല്ലാണ്ട് അങ്ങോട്ട് കേറി നിൽക്കുക. എനിക്ക് നിന്നെ പിടിക്കാൻ പേടിയാ. ഞാൻ നിന്നോട് സംസാരിക്കാം, അപ്പൊ അദ്ദേഹം കേൾക്കുമല്ലോ. ഐഡിയ എന്താ? എടാ അതിനല്ലടാ മണ്ടത്തി മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാണ്. ഒന്ന് നിന്നെ. അർജുൻ അമൃത എന്നെ വിളിച്ചു വന്നു. ഫോൺ എടുത്ത് വെറുതെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യും. പറഞ്ഞു. പൂച്ച പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ സമയത്തിന് ഓഫീസിലൊന്നും പോകുന്നില്ല. പൂച്ച ഞാനാ ഓഫീസിലാ. ഒന്ന് പോയി പെണ്ണുപിള്ളേ. അഭിഷേക് ഓ ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കണ്ട. അവർക്ക് ഭ്രാന്തായ. പക്ഷെ എടുത്തു തരാൻ ഒരാളില്ലാണ്ട് എങ്ങനെയാ? തനിയെ എടുത്ത് കഴിക്കടാ. ഞാൻ സോറി പറഞ്ഞാൽ സന്തോഷാവോ? ഈ പൂച്ചയ്ക്ക് എന്താ ഇത്ര സംശയം? ഈ വീട്ടിലെല്ലാരും മിമിക്രിക്കാരാട്ടോ. എല്ലാവർക്കും ആപ്റ്റ് സൗണ്ട് കിട്ടും. നമുക്കൊന്നും എടുക്കാൻ പറ്റുള്ളൂടെ. അമൃത കാർ ഇങ്ങോട്ട് പോണ്. ഞാൻ പറ്റിച്ചു പോ. പൂച്ച ഒത്തിരി ഇഷ്ടല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടാ പൂച്ചേനെ. പക്ഷെ എന്റെ ലോകം ഈ വീടാ. ഓക്കെ മോളെ, ഞാൻ പോയിച്ചു. അഭിഷേക് എന്ന പേരും പിന്നെ ഒരു ഹാർട്ടും കുത്തണം. എനിക്കൊന്നും വേണ്ട. വർഷേനോട് മായാവതി പറയും കയ്യിൽ അഭിഷേക് എന്ന് പച്ച കുത്തി കഴിഞ്ഞാൽ അഭിഷേകിന് നിന്നോട് പ്രണയം തോന്നുന്നു. ഞാൻ എന്റെ കയ്യിൽ കുത്താൻ പോവാ. നിന്റെ അച്ഛന്റെ പേര് രേവതിയും കുത്താൻ പോവാണ്. വാസുദേവന്റെ പേര്. ഈ ടാറ്റ കുത്തണം. APIFF. അഭിഷേകിന്റെ സ്പെല്ലിംഗ് പറ മോളെ. ബില്ല് പേ ചെയ്തിട്ട്. അയ്യോ, കുത്തുന്നതിന് മുമ്പ് പേ ചെയ്യണോ? ഓ പൈസ കൊടുത്തിട്ടേ കുത്തു. അതെന്തിനാ അവിടെ ചെന്ന് കുത്തുമ്പോ എനിക്ക് പോരും. അത് തന്നെ ഡിസ്കൗണ്ട് തരാൻ പറ്റില്ല. ചേച്ചിക്ക് ദേഷ്യം വന്നാലും ഭയങ്കര സന്തോഷാട്ടാ. പഴയ നോട്ട്. എന്താ മേഡം കുത്തേണ്ടത്? ഇതാരാ ഈ മൊട്ട ബോസ്? ഷോർട്ടായിട്ട് VS മതിയോ? VS അച്യുതാനന്ദനാ. അനങ്ങാതിരിക്കും മേഡം. ഒന്നുമില്ല, മോള് പോയി കുത്തിക്കും. അതെ മായാവതി ഇറങ്ങി വരും. മേഡം വന്നോളൂ, അത്ര വേദന ഉണ്ടാവില്ല. അത് ശരി. അപ്പൊ കുത്തിയില്ലേ? ബില്ല് എഴുതി കാശ് തിരികെ തരാൻ പറ്റില്ലല്ലോ. പൈസ പോയി ടാറ്റും കുത്തിയില്ല. ഏത് ശിക്ഷയ്ക്ക് ഒരു കാലാവധി ഉണ്ടോ? എത്ര കാലം ഞങ്ങളുടെ കാലാവധി? അതെ, ജീവപര്യന്തം. കുഞ്ഞിനെ സംരക്ഷിക്കാൻ തള്ള എന്റെ കൂടെ വേണമായിരുന്നു. തള്ളേനെ വിഷമിപ്പിച്ച കൊച്ചിന് വളരെ നല്ലതാ. ഭാര്യയും ഭർത്താവിനെയും മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ. ഉമ്മറുബിയിലേക്ക് നിന്നെ ആരടി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച മരഭൂതമേ. നിന്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നതെങ്കിൽ പിടിച്ചോണ്ട് പോകാനുള്ള ധൈര്യം കാണിക്കണം. അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല ദീദീഷാബു. ഞങ്ങൾ വെറുതെ നീ ധൈര്യം നിന്ന് കുഴി ചാടിക്കരുത്. വീട്ടിലുണ്ടാവുന്ന സ്ത്രീപീഡനത്തെ ഒരു പൊതുപ്രവർത്തകൻ ചോദ്യം ചെയ്താൽ വീട്ടുകാർക്ക് പറയാൻ പറ്റുമോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന്? ഉമ്മറിന്റെ വായടക്കാൻ നമ്മുടെ ജാസ്മിനെ കൊണ്ടേ പറ്റും. ഇവട്ടും പറയട്ടെ, ഞാൻ പൊയ്ക്കണം. നമ്മുടെ എഗ്രിമെന്റ് ഒന്ന് ക്യാൻസൽ ചെയ്യണം. എന്നാലും എന്താണ് എഗ്രിമെന്റ്? ദേവേട്ടനും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. ഇനിയും രഹസ്യമാ. നിന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ടൊന്ന് വരണമെന്ന്. ഫ്രണ്ടിന്റെ ഫ്രണ്ട് ദേവേട്ടന്റെ ഫ്രണ്ട്. അതെങ്ങനെ? ഞാൻ 2 ആഴ്ച സുഖമില്ലാതെ ഹോസ്പിറ്റലായി.
ഓ എനിക്ക് ചിലരെ കാണാനുണ്ട്. ഏതെങ്കിലും നക്സൽ നേതാക്കളെയാണെന്ന് കൂട്ടിക്കൊള്ളു. ആ, ആ, ആ. വിഷാദരായി നമ്മുടെ അർജുൻ അവിടെ വിരഹവേദനയും അനുഭവിച്ചിരിക്കുന്നു. ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കും? അമൃത തന്നതാ നിനക്ക്. കത്ത എനിക്ക് പോസ്റ്റ്മാൻ വന്നു. കോഫി ഹൗസിലെ മസാല ദോശ. നമ്മുടെ മധുമതി കത്ത് കൈമാറുമ്പോൾ അർജുൻ ഇവിടെ നിന്ന് മദാസല കൈമാറുന്നു. എന്നാലും എന്തായിരിക്കും കത്തിൽ? ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഒഴിഞ്ഞു മാറുന്നറിയാലോ. മണ്ടേ അമൃത, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ പോലെ എന്തിനാ കത്ത് എഴുതുന്നേ? നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഇപ്പോഴാ അറിയുന്നത്. എനിക്കിത് കാണാനുള്ള ത്രാണിയില്ലേ? ആഹാരം കഴിക്കാതെ ഒഴിഞ്ഞു മാറി പോകരുത്. പാവം എന്റെ അർജുൻ. സ്വന്തം അമൃത. സ്വന്തം അമൃത ശരിയോ? ഉമർലയുടെയാണുള്ളൂ. ഇന്നുകൊണ്ട് അവസാനിക്കണം അഭിഷേകിന് എന്നോടുള്ള പിണക്കം. ഓക്കെ, എങ്ങനെയാ? ടാറ്റു പതിപ്പിക്കുന്നത് ഒരു സിമ്പിൾ ഏർപ്പാടാണെന്ന്. സെല്ലോ ടേപ്പ് വെച്ച് ടാറ്റു ഒട്ടിച്ചാലും മനസ്സിലാകാത്ത പൊട്ടനാണോ അഭിഷേക്? ശരിക്കും വേദനിച്ചല്ലേ? അഭിഷേകിന് വേണ്ടി എന്ത് വേദനയും ഞാൻ സഹിക്കും. ടാറ്റു ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അഭിഷേകിന് സ്നേഹം തോന്നും. പ്രണയിച്ചു? പ്രണയിക്കങ്ങോട്ട് ഞാൻ ആരോടും പറയില്ല. പ്രണയിക്കും. ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാട്ടി? ഫുള്ളാക്കി ജീവിതം മുഴുവൻ ഫുള്ളാക്കുക. അമൃത തനിക്ക് കിട്ടിയ മസാല ദോശ കഴിക്കാനിരിക്കുമ്പോ പിശാചി ചിലയിടത്തോട് പറഞ്ഞു വാങ്ങിയതാ. ഇക്കള്ള നീ സ്വയം മെനഞ്ഞതാണോ? അതെ. നീ ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കേണ്ട സമയമാണിത്. കഴിക്കങ്ങോട്ട്. കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വാ. മസാല ദോശ രക്ഷപ്പെട്ട്. ഇന്ത്യയിലെ കൾച്ചറലിസ്റ്റ് ഭാര്യമാരുടെ പ്രശ്നം. പിറ്റേന്ന് നമുക്ക് മധുവിന്റെ പോസസീവ്നെസ് കുറച്ചും കൂടി കാണാം. ആയിക്കോട്ടെ. നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? നീ എഴുന്നേറ്റേ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഡാർലിംഗിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ഡാർലിംഗിന് വിരോധമില്ലല്ലോ ദേവേട്ടൻ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞാൻ മോളെ ചെറിയ സുഖത്തിട്ട് ഇല്ല. മധു, നിങ്ങൾ ഇതുവരെ എന്നോട് ഇരിച്ചിട്ടുണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ക്ഷമിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. വൈദവൈ ഇവര് സ്നേഹമായിട്ട് ഏത് ഇവര് പോയില്ല അർജുൻ. അഭിഷേക് പോയല്ലോ. പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോകാൻ പോവാ. അപ്പൊ അർജുൻ ഓഫീസിൽ പോകാൻ പോവാ. അപ്പൊ അർജുൻ ഞാനും വരാം ക്ഷേത്രത്തിലേക്ക്, എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പൊ തന്നെ വൈകി. കമ്പനി കാര്യത്തിനാ ഫസ്റ്റ് പ്രിഫറൻസ്. നീ വരണ്ട. ഓക്കെ അമ്മേ, ഞാൻ ഓഫീസിൽ പോകണം. ഞങ്ങളെ ക്ഷേത്രത്തിലാക്ക്. ശരി. അർജുന്റെ കാറിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചങ്ങനെ വരും ഓട്ടോക്ഷല്ല. അർജുന്റെ കാറി പോയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ. ഓക്കെ, കൊണ്ടുപോവാം. അങ്ങനെ തീരുമാനിച്ചു. എന്താ ചേട്ടായി? പിന്നെന്താ? അതാണ് എനിക്ക് വേണ്ടത്. ഒന്ന് ബഹളം വെക്കാതിരിക്കോ? ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ശരി. ബഹളം വെച്ചാൽ എന്താ? ദൈവം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവോ? ഉരുളക്കും പേരി. ഡ്രസ് നന്നായിട്ടുണ്ട് അച്ഛാ. ഓ കവി എന്റെ അപ്പോ. പുറത്തു പോയ ദിവസം വാങ്ങി തന്നത് ഈ സാരി കേട്ടോ ദീദി? ഞാനല്ലേ അച്ഛാ സെലക്ട് ചെയ്തത്. ബോറാകില്ലല്ലോ. സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഉമ്രു, എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. നീ എന്തൊക്കെയാണ് പറയുന്നത്? പരസ്പര ബന്ധമില്ലാതെ. കവി ലൈക്ക് എന്താ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ എന്തൊക്കെ തേങ്ങയ്ക്കടെ പറയണേ? റോഡിൽ നോക്കി വണ്ടി ഓടിക്കേ. എന്റെ പൊന്നൊന്നുള്ള ദേവി, പിന്നെ വണ്ടി നോക്കിട്ട് റോഡ് ഓടിക്കാൻ പറ്റോ? എടാ നിന്നോടല്ലടാ വരണ്ടെന്ന് പറഞ്ഞ നീ ഓഫീസിൽ പോടാ. അമൃത, അമ്മ കാണൂട്ടോ. അമൃതി കാറിൽ വെച്ച് എന്തൊരു നോട്ടായിരുന്നു. നോട്ടോ? എന്ത് നോട്ടം? അപ്പോ എന്നെ നോക്കിട്ടല്ലേ? അമൃത തള്ളനെ കൊണ്ട കെറ്റിൽ കാലം ഉമ്മറാണ് പോലും. ഉമ്മറു പ്രണയം. ഉമ്രു സിഗ്മ സിഗ്മ. നിങ്ങളോ? 2 വർഷം മുമ്പല്ലേ പ്രൊഫസറുമായി വന്നത്? പ്രൊഫസറോ? ഇയാൾക്ക് IAS പരീക്ഷ പഠിക്കാൻ പോവായിരുന്നില്ലേ? കാരണം 2 വർഷം മുമ്പ് കണ്ട ആളുകളെ ഇപ്പോഴും ഓർത്തിരിക്കുക. ഏതോ ഒരു പ്രൊഫസറുടെ കാര്യം പറഞ്ഞല്ലോ. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോളേജ് പഠിപ്പിക്കാൻ എന്നോട് ചോദിക്കുന്നത്. കാരണം തുണിയേക്കാൾ എത്രയോ അമൂല്യമാണ് മഴ. തള്ളക്കിന് എന്തായ എന്റെ പ്രൊഫസറുടെ ചിന്തകൾ. പ്രൊഫസറിനെ കാത്തിരിക്കുന്ന ആരാ ഈ പ്രൊഫസർ? പ്രൊഫസർ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതല്ലേ ചിത്രത്തിൽ വെച്ച് പൂജാരിയും പറഞ്ഞല്ലോ ഒരു പ്രൊഫസറുടെ കാര്യം. ഇതിനർത്ഥം ചന്ദനമണിന്ന് ഇൻസ്പയർഡ് ആണ് മണിയേസ്. ആരാ ഈ പ്രൊഫസർ? ചിലപ്പോ കൊടുങ്കാറ്റാവും, ചിലപ്പോ ഇളം തെന്നൽ, ചിലപ്പോ കാട്ടുതീ. വർഷ തള്ളക്ക് എന്തായ ഇന്ന് കിട്ടും. ആ തുണി എടുത്ത് മാറ്റിയിട്ട് മഴ നനഞ്ഞോടേ. വെള്ളം തറയിലല്ല ഒഴുകുന്നത് കാണുന്നില്ല. അമൃത ഇതുവഴി എങ്ങാനും വന്ന അവള് തിങ്ങി വീഴില്ലേ?
എന്തോ ഉമ്രു നീ വർഷേനെ മാത്രം ചീത്തം പറയണേ? ജാസ്മിൻ എന്താ ചീത്ത പറയാത്ത? ഇറ്റ് ഇസ് ടു മച്ച്. ഇങ്ങനെ ഇവിടെ ഷൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിട്ടില്ല. ജാസ്മിന്റെ മേത്തുനിന്ന് വീഴുന്നത് എന്താ വെള്ളം അല്ലേ? അത് തെന്നി വീഴൂല്ലേ? വർഷയുടെ മാത്രം വെള്ളം തെന്നി വീഴുള്ളൂ. നനഞ്ഞ വസ്ത്രമായിട്ട് ഇരുന്ന ചേരൊക്കെ നനയും. തറയിൽ വെള്ളം കെട്ടി നിൽക്കുക. നിന്നെ തള്ളിയിടാൻ വർഷം ഒപ്പിച്ച പണി ചെയ്ത്. ഇന്ന് എന്റെ ഡാർലിങ്ങിന് ഞാനാ വിളമ്പാ പോകുന്നത്. മധുവിന്റെ പൊസസീവ്നെസ്. ഏട്ടനാ അർജുനേട്ടൻ? ഓ ഏട്ടൻ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചേട്ടന്മാര് ചേട്ടാ. വൈദ്യുതി അർജുന ഈ ഫോൺ എവിടെ കിട്ടി? ഒന്ന് തരകട ഇവിടെ ബാക്കിൽ വയ്ക്കാനായിരുന്നു. മരണം വരെ സംഭവിക്കാം. ഉണ്ടാവാം. പിന്നെ എനിക്കാരുള്ളേ? കോൾഡ് പിടിച്ച വർഷേനോട് അഭിഷേകിന്റെ റൊമാൻസ്. ഓ ഓ ഓ ഓ ദേ ഒരു പട്ടി അഭയം തേടി വന്നതാവും, ഉപേക്ഷിക്കണ്ട. വല്ല വീട്ടിൽ നിന്ന് ചാടി വന്നതായിരിക്കും. അഭയം തേടി വരാൻ പഗ് എന്നത് നാടൻ പട്ടിയാ. ബിസ്ക്കറ്റ് കൊടുത്തു, കഴിച്ചില്ല. ഞാൻ കൊടുത്തു നോക്കാം. തിന്നില്ലല്ലോ, നീ നിർത്തിച്ചിരിക്കാൻ. സെക്യൂരിറ്റി ബി ലൈക്ക്, എടോ തന്നോടല്ലോ ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് കൊടുത്ത് തിന്നില്ല, താൻ കൊടുത്തിട്ടും തിന്നില്ലല്ലോ. ഉറങ്ങിയില്ലായിരുന്നോ? ഇത്രയും താമസിക്കുമ്പോ എങ്ങനെയാ ഞാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങുക? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു അമൃത. താൻ വിളിമിത്ത എടാ ഇവർക്കൊക്കെ എന്താ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റില്ല? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എങ്കിൽ വാ. എന്റെ മുഖത്ത് 1000ന്റെ ബൾബ് കത്തി, 100ന്റെ. ഞാൻ ഫോൺ വിളിച്ചിരുന്നു, എടുത്തില്ല. നേരത്തെ വെള്ളക്കറി ആയിരുന്നല്ലോ, ഇപ്പൊ മഞ്ഞക്കറിയായ. വല്യമ്മ വർഷിച്ചയ്ക്ക് ചോറ് വാരി കൊടുക്കുമ്പോ ആഗ്രഹിച്ചത് എനിക്ക് ഒരു ഉരുള ചോറ്. ഞാൻ നിനക്ക് പൊതിച്ചോറ് വാങ്ങി തരാൻ മോളെ, നീ ദാരിദ്ര്യ ഒന്ന് നിർത്ത്. കേട്ട് എടുത്ത്. ഇന്ന് എനിക്ക് എത്ര വസ്ത്രങ്ങളാ ഉണ്ടോ? ആണോ? വീട്ടു മൂടാനുള്ള ആഭരണങ്ങൾ ഇപ്പൊ എനിക്കില്ലേ? ഇതെല്ലാം തന്നത് നമ്മുടെ അമ്മയാ. ഞാൻ ചോര നീരാക്കി പണിയെടുത്ത പൈസക്കാണ് ഈ അമ്മ നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നെ. ആരോടാ നീ നന്ദി പറയണ്ട? എന്നോടല്ലേ? മനസ്സിൽ എപ്പോഴും ഉരുവിടുന്ന മന്ത്രമാ നിങ്ങള്. അപ്പൊ ഓം നമ ശിവായ അങ്ങനത്തെ ഒരു മന്ത്രമാണോ അർജുൻ? എന്നാലും എന്റെ സംശയം, ഈ ദേശീയ ആൾക്കാർ മേക്കപ്പും പൊട്ടൊക്കെ തൊട്ടിട്ടാണ് കിടന്നുറങ്ങണേ. ഇത്ത വെള്ളത്തിന് ഫ്രിഡ്ജില് അതിനാ മുടിയും കെട്ടി വെച്ച്. അർജുന ആഹാരം കൊടുത്തോ? കൊടുത്തു. കൊള്ള എല്ലാ തവണയും പറയണ്ട്, ലാസ്റ്റ് പറയും പൊട്ടത്തീടോ പോലെ. എപ്പോഴും തന്നെ. കട്ടലിൽ കടന്നിട്ടാണോ എന്റെ പൊന്നു ചേച്ചി യോഗ ചെയ്യണേ? യോഗ മാറ്റ് വാങ്ങിക്ക്. ജാസ്മിൻ, ഗൗതമാ. ഇതാരീ ഗൗതം? പുതിയ അവതാരമാണല്ലോ. താൻ ഈ പറയുന്ന പ്രൊഫസറെ കുറിച്ച് ഒരറിവും കിട്ടിയിട്ടില്ല. അത് തന്നെ അദ്ദേഹം താൻ പറയുന്ന പേരിലാണോ ഇവിടെ അറിയപ്പെട്ടിരുന്നത്? ഇടയാള് മരിച്ചു പോയടേ, ഇനി അന്വേഷിക്കണ്ട. നീ ഇതൊരു മിസ്സിംഗ് കേസാണെന്ന് അന്വേഷിക്കണം. പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? നമ്മുടെ ഉമ്രുവിനെ ഏൽപ്പിക്കുക, പെട്ടെന്ന് കണ്ടുപിടിച്ചു തരും. തെളിയാത്ത കേസ് ഏതാണോ അത് ഉമ്രു തെളിയിച്ചിരിക്കും. ഞാൻ ഗർഭിണിയാണെന്നുള്ള സംശയം ഇപ്പൊ പറയണോ? ഒരു ദിവസം കൊണ്ടാ ഇതോടെ. അല്ല, എനിക്കിവിടെ ചായ. മധുബിലേക്ക് നിനക്ക് ചായ ഞാൻ പായ തരാം. ആവശ്യമുള്ളവര് അടുക്കളയിൽ പോയി അങ്ങ് ഇട്ട് കുടിച്ചാൽ മതി. ശരി, എടുത്തു കഴിക്കാം. ഇത് ശീതള ചെയ്തതല്ലേ ഇവർക്ക് തന്നെ. ഇത് അവിടെ തന്നെ വീട് മറച്ചിടാം, ഇവിടെ തന്നെ വീട് മറച്ചിടാം. ദേവേട്ടനുമായി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. മധു അടിച്ചു. എന്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള വിശ്വാസം ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല എന്ന്. അത്രയ്ക്കും പെർഫെക്റ്റ് മാനാണ് ഞാൻ. ഞാനൊരു എഗ്രിമെന്റ് വെച്ചു. ഞാൻ ദേവേട്ടനോട് ഒരു കാമുകിയെ പോലെ പെരുമാറും. ഇതായിരുന്നു എഗ്രിമെന്റ്. അതുവഴി ചേച്ചിയേട്ടനെ സംശയിക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ. ഇതെറിഞ്ഞാലും ഇവരെ സസ്പെൻസും വെച്ച് മഞ്ചലും. ഞാൻ ദേവേട്ടനെ സംശയിച്ചിട്ടൊന്നുമില്ല. മധുബിലേക്ക് ഈ പാവം കുഞ്ഞു പെങ്ങളെയാണോ എന്റെ ദേവേട്ട ഞാൻ സംശയിച്ചത്? മാപ്പ് തരൂ സഹോദരി, മാപ്പ് തരൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്കൊന്നും കേൾക്കാനില്ല. എന്താ നിനക്ക് കേട്ടാല്? സിസിലി, അർജുൻ ആഹാരം എടുത്തു കൊടുക്ക. അർജുന്റെ അമ്മ ഇവിടെ നിൽപ്പുണ്ട്, ഭാര്യ നിൽപ്പുണ്ട്. സിസിലിയാണ് ഇവിടെ എല്ലാവർക്കും ആഹാരം വിളമ്പുന്നെങ്കിൽ അതിൽ ന്യായമുണ്ട്. എന്താ എന്റെ പൊന്നു ദീദി, അർജുൻ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നതല്ലേ പുരോഗമനം? എന്തുവാടേ നീ വിളമ്പി കൊടുക്കുന്നൊക്കെ? ദീദി തന്നെയാണോ ഈ പറയുന്നേ? ഡബിൾ സ്റ്റാൻഡാ? അർജുൻ ഇരിക്കെ. അമൃത ആഹാരം വിളമ്പ്. അമൃത പറയട്ടെ, അർജുൻ ആഹാരം വിളമ്പാൻ കഴിയോ ഇല്ലയോ എന്ന്. ഓക്കെ, അവള് പറയട്ടെ. പറ അമൃത, പറ. അർജുൻ എടുത്ത് കൊടുക്കുന്നു, പറ. അർജുൻ എന്റെ ഭാര്യക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് വിട്ടെടുത്ത് തരാൻ അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോ എനിക്കിഷ്ടമല്ല. You cheat? അർജുൻ അങ്ങനെയാണല്ലേ? നിനക്ക് പ്രശ്നം വേണ്ട. മറ്റൊരു അപകടത്തിലേക്കുള്ള ചുവടുവയ്പ. അതെ, യെസ്. നോക്കിക്കോ, ഇനി അവന്റെ അകലം കൂടാൻ പോവാ. കൂടണ്ട, എനിക്ക് അതാ ഇഷ്ടം. ഇവരടിച്ച് പിരിയുമ്പോഴാണ് സീരിയൽ കാണാൻ രസമുള്ളൂ. കരഞ്ഞു തീർത്ത നിന്റെ ജീവിതം. ഇത് കാണുമ്പോ കാഴ്ചക്കാരുടെയൊക്കെ സിമ്പതി കിട്ടും. സിമ്പതി അല്ല കിട്ടുന്ന, നല്ല കോമഡിയാ. എന്തെങ്കിലും കൊടുത്തോ? കൊടുത്തു നോക്കി, കഴിക്കുന്നില്ല. സാറ് കൊടുത്താലേ കഴിക്കാൻ തോന്നുന്നു.
സെക്യൂരിറ്റി വരെ അർജുൻ നോക്കി തുടങ്ങി. ഏയ് ബിസ്ക്കറ്റ് തടത്തില്ലടേ, കഴിച്ചില്ല. കഴിക്ക്. എടാ പട്ടിക്ക് പൊടിയരി കൊടുക്കണ ഊളെ. എന്താന്ന്? പൊടിയരി. പൊടിയരി അല്ല, പെടിഗിരി. ആ സാധനം തന്നെ, പിടികിരി. പെടികിരി. എന്താ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് വേണ്ട. എന്താ നിനക്ക് ചോക്ലേറ്റ് ഇപ്പൊ ഇഷ്ടപ്പെടാത്തത്? എന്തിനാ ചോദ്യം ഞാൻ എനിക്കിപ്പോ കഴിക്കാൻ തോന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നീ കഴിക്കാത്ത? എന്താണ് ഉമ്മറത്? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? പിന്നെ എന്ത് കഴിക്കാനാ തോന്നുന്ന? വർഷ പറ. മസാല ദോശ കഴിക്കാൻ കൊതിയാവുക. മതാസലയാ? കോഫി ഹൗസിലെ മസാല ദോശ വേണം. എന്തോ എവിടെയോ ഒരു തകരാറ് പോലില്ലേ? പിന്നെ ലവ്ലോലിക്ക. ലൗലോലിക്ക പോട്ടൻ. എടാ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലോടാ. ഒരു വണ്ടി അയച്ച് 10-15 മസാല ദോശ വാങ്ങിപ്പിക്കേ. എന്റെ ദൈവമേ, വർഷ 15 മസാല ദോശയാ? മുത്തശ്ശി എനിക്ക് ഒരെണ്ണം മതി. നിനക്ക് കഴിക്കാനല്ല, എനിക്കും കഴിക്കാനാ. നിനക്ക് അവിടെ കഴിക്കാൻ മതിയാ? ചെല്ലു മോനെ. റിയാലിറ്റിയിൽ പീരീഡ്സ് ആവുന്നില്ല, പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യുന്നു, പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു. സീരിയലിൽ മസാല ദോശ കഴിക്കാൻ തോന്നുന്നു, ലൗലോക്കിക്ക് കഴിക്കാൻ തോന്നുന്നു, ഗർഭിണിയാവുന്നു. എന്താടേ ആഹാ ഏടാ കള്ള. അർജുൻ? പട്ടിയ? ഓഫീസിലേക്ക് പട്ടീനെ കൊണ്ടുവരുന്ന അർജുൻ കുട്ടി. സെക്യൂരിറ്റി നമ്മുടെ അർജുൻ സാർ തന്നെയല്ലേ? സർ. ഗുഡ് മോർണിംഗ്. ബാക്കി വർക്കേഴ്സ് ഇയാൾക്ക് വട്ടായ? ആ എന്താ സാർ ഈ പട്ടിക്കുട്ടി? ആ BBC എത്തിയില്ലോ നാട്ടിൽ പാട്ടാക്കാൻ. നീ പറഞ്ഞ ലവ്ലോലിക്ക ഇതിലുണ്ട്. 1-2 മസാല ദോശ വാങ്ങി. നമ്മളാരും തിരിച്ചറിയാതെ പോയ ഉമ്രുവിന്റെ സ്നേഹമുണ്ട് വർഷനോട്. വർഷ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് വർഷയ്ക്ക് ആവശ്യമുള്ള ജിലേബി, ലഡു, പേട, കിസ്മിസ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഉമർല ദേവി വാങ്ങിച്ചുകൊണ്ട് വരും. ലവ്ലോലിക്ക കഴിക്കുന്നതിന് മുമ്പ് മധുരം ആദ്യം. ഈ സ്നേഹം, ഈ ഒറ്റ സ്നേഹമാണ് നമ്മളെല്ലാവരും ഉമ്രു ഫാൻസ് ആക്കിയത്. ഉമ്രു യു ആർ ഗ്രേറ്റ്. വാവുളിക്ക് വാ പൊളിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വാ പൊളിച്ചിരിക്കുക. മധു കൊടുക്ക. നീ കൊടുത്തു. ഞാൻ സീറ് കൊടുത്താൽ മതി, അത് കൊടുക്കണില്ല. ഞാൻ ഇതൊക്കെ പോയി വാങ്ങിയതോ വർഷയും എന്റെ മകളായതുകൊണ്ടാ. മകളാ? മരുമകളല്ലേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ കരുതി. വർഷാവിനെ ഗർഭിണിയോ ഇത്രയും സ്നേഹം കിട്ടുമെങ്കിൽ നേരത്തെ ആയനെ. പ്രവൃത്തികളോട് മാത്ര എന്റെ എതിർപ്പ്. ഉമ്രുവിന്റെ സ്നേഹം അതാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്തിനു കയറിങ്ങ? അവളുടെ മനസ്സിൽ എന്റെ ചിത്രം ഒരു എതിരാളിയുടേതാണ്. അത് അവളിൽ മെന്റൽ ടെൻഷൻ ഉണ്ടാക്കും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലതല്ല. വർഷയ്ക്ക് ഉണ്ടാകുമ്പോ പ്രശ്നം കുഞ്ഞിന്, അമൃതയ്ക്ക് മെന്റൽ പ്രഷർ കൊടുക്കുമ്പോ കുഞ്ഞിന് ഇതൊന്നും കിട്ടില്ലേ? എനിക്ക് സംസാരിക്കണം. അവിടെ നിന്ന് സംസാരിച്ചോ? നിന്നോട് ആരെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞു? എനിക്കൊന്നും സംസാരിക്കാനില്ല. ഊർമിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. അവൻ പറയുന്നത് കേൾക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്. സോറി. ശിക്ഷ ഇനി ഇളവ് ചെയ്തു തരണം. ഉമ്രുവാണല്ലോ കോടതി. ഇതുകൊണ്ട് കുഞ്ഞിന് കമ്പിളി ഉടുപ്പുകൾ ഉണ്ടാക്കുക. അമൃതമിനെ കള്ളത്തള്ള അടുക്കളയിൽ പണിയെടുത്തിട്ട് എനിക്ക് വയ്യാണ്ടായി. ഞാൻ കമ്പിളി പുറത്ത് വെച്ചിട്ട് ഉടുപ്പുണ്ടാക്കാം. അമ്മ കണ്ട് ശിക്ഷയുടെ കാലാവധി കൂട്ടാനോ? അമ്മയുടെ തല ഇരിക്കെ. കൊള്ളാം. ഇതൊന്നും ഉമ്മറും അറിയില്ല. സാധാരണ കാമുകന്മാരാ രാത്രിയിൽ ഇങ്ങനെ മതിൽ ചാടി ടെറസിലെ പ്രണയം ആണല്ലേ? ശരിയാ. ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ ആദ്യമായിട്ടായിരിക്കും. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശീതള് പറഞ്ഞതാകും. പിറ്റേന്ന് രാവിലെ ഒളിച്ച് പട്ടി സ്നേഹം. നേരം വരുമ്പോ മീറ്റ് കൊണ്ടുവന്ന് തരാം. ആരും കാണാതെ വേണം കഴിക്കാൻ. ഓക്കെ, കാണാതെ കഴിച്ചോളാം. വേഗം കൊണ്ടുപോവാ. അതിന്റെ എല്ലാം എവിടെയെങ്കിലും കൊണ്ടിടാൻ അമ്മ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഇവൻ വെജിറ്റേറിയൻ കഴിച്ചാൽ മതി. പട്ടിയിലെ കള്ളാമൃത പറയണില്ല. ഞാൻ അതിന് പേര് വല്ലതും ഇട്ടായിരുന്നോ? ഇട്ടല്ലോ. കുട്ടൂസ്. കുട്ടൂസ. അയ്യേ കുട്ടൂസേ, നിനക്ക് തണുക്കുന്നുണ്ടോ? തണക്കണുണ്ടെങ്കിൽ പട്ടീനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. വെള്ളം ചൂടാക്കി. അപ്പൊ അമ്മയുടെ വില അറിയാല്ലേ? നല്ല വില കിട്ടും. ഫുള്ള് റോൾഡ് ഗോൾഡ് ഇട്ടാണേ. അപ്പൊ കുട്ടൂസിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്നേ. ഛേ, അത് ഞാൻ നോക്കും. പോകുന്നതിന് മുമ്പ് ഒരു മന്നേക്ക് കൊടുക്കാൻ വെറുതെ അങ്ങോട്ട് പോ. ആരും കാണില്ല. ഞാൻ കണ്ടടിച്ചിരിക്കാതെ. നമ്മൾ സംസാരിക്കുന്ന ഇവിടെ കണ്ടാൽ തന്നെ പേര് വെട്ടുന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയിപ്പോ ഉമ്മ വയ്ക്കുന്ന കണ്ട ഞാൻ എപ്പോഴാ വീടിന്റെ പുറത്തുനിന്ന് ആലോചന. ശരി, ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ആരും അറിയാതെ വളർത്തുന്നുണ്ട്. പട്ടീനെ അമൃത് അന്വേഷിക്കുന്നത് കാണുന്ന വർഷം എന്ത് ചെയ്യും? പട്ടീനെ ഒരു ബിഗ് ഷോപ്പറിലാക്കിട്ട് പുറത്തു കൊണ്ടേ കളയും. പട്ടീനെ കാണാതെ അമൃത തപ്പി ഇറങ്ങും. ഞാൻ കുട്ടൂസിനെ പുറത്ത് നിർത്തിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാ. ഞാൻ തിരിച്ചു നോക്കുമ്പോ കുട്ടൂസിനെ കാണുന്നില്ല. കുട്ടൂസിനെ കാണാനില്ല. കുട്ടൂസേ, ഞാൻ അമൃതനെ കാണണ്ടാവോ? കുട്ടൂസേ, കുട്ടൂസേ, ദേ പോണ്. ഇതിന് വട്ടാണ്. കുട്ടൂസേ, കുട്ടൂസേ. കുട്ടൂസനല്ലേ ഡാഗിനി. മോനാണോ? അല്ല, ഒരു പട്ടിക്കുട്ടിയാ. ആ പട്ടിപിടുത്തക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. ശരി, നല്ല ചെവി. അവിടെ നിങ്ങോട്ട് പോകണ്ട. ഞാൻ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഇവളോടല്ലേ നോക്കാൻ പോകണ്ടെന്ന് പറഞ്ഞേ? കുട്ടൂസേ, ദേ പോണ്. കുട്ടൂസേ. ഇവളാണ് ഈ സീരിയലിലെ ഏറ്റവും പ്രശ്നം. അവിടെ നിക്കാൻ പറഞ്ഞാ പോവും, പോവാൻ പറഞ്ഞാ നിക്കും. എന്താണേ കുട്ടൂസനെ കണ്ടുപിടിച്ച്. കുട്ടൂസനെ നോക്കി റോഡ് ക്രോസ് ചെയ്തതിന് വണ്ടി ഇടിക്കുക. അതന്നെ നടക്കാൻ
പറ്റില്ലേ? അമൃത വയറടിച്ച് വീണു. നീ കോൺട്രാ കൊച്ചിനെ എന്തെങ്കിലും പറ്റിയാവോ? എന്താണെന്നറിയില്ല, ഈ സീരിയലിൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു അപ്പൊ തല പൊട്ടും. ഒരു തവണ ഓൾറെഡി കോമയിലായതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, ഇനി കോമയിലാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത കോമലോടി ഒരു ഗൈനോയെ വിളിക്കാം. BP നോക്കണ സംഭവം കൈമൊട്ടിക്കാൻ പോലും അറിയാത്ത ഇവനാണോ MBBS? ഒരു ഗൈനോയെ എത്രയും പെട്ടെന്ന് വിളിക്കാം. അർജുൻ ചെന്ന് സീനാക്കും. ഗൈനോനെ വിളിക്കടാ. നോക്കിക്കൊണ്ടിരിക്കല്ലേ? എത്ര വർഷം എടുക്കും? പരിഹസിക്കാണോ? ഈ സില്ലി കേസിന് ഇതൊക്കെ മതി. സില്ലി കേസോ? ഇതോ എടോ ഒരു ഗർഭിണിയാണ് അത്. ഒരു ഗൈനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടേ ഇവര് BP നോക്കി ഇതുവരെ തീർന്നില്ലേ? അരമണിക്കൂറായല്ലോ BP നോക്കണത്. നിങ്ങൾ എന്താ ബലപരീക്ഷണത്തിനാണോ? ശരി, ഡോക്ടറുകൾ കൊള്ളാലോ. പ്രാവശ്യം കൂടി ഞാൻ പറയാം ഗൈനെ വിളിക്കാൻ. അരമണിക്കൂർ കൂടി നോക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നോക്കാം. അതല്ലല്ലോ തള്ള, നിങ്ങൾ അകത്ത് ഡയലോഗ് അടിച്ച് പുറത്ത് നിന്നിട്ട് അരമണിക്കൂർ വേണ്ടി നോക്കാം. അകത്ത് മര്യാദയ്ക്ക് വിളിക്കണേ ഗൈനോനെ. അരമണിക്കൂർ വേണ്ടി നോക്കട്ടെ മോനെ. എനിക്ക് എന്റെ കുഞ്ഞിനെ അമൃതയും വേണം. അത് നിങ്ങളുടെ ആഗ്രഹം. മരിച്ചു പോയാൽ ജീവൻ വെപ്പിക്കാനുള്ള യന്ത്രമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇയാളെ ഏതാണോ? എന്താ പറഞ്ഞ? അർജുൻ സീൻ. എടാ കള്ള ഡോക്ടറെ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കൊന്നുകളയും ഞാൻ. കൊന്നുകളയും. നിനക്കൊക്കെ ഇത് തമാശ കളി. വച്ചേക്കില്ല ഞാൻ. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. വെറുതെ വിടില്ല. കത്തിച്ചു കളയാൻ ഞാൻ ഹോസ്റ്റലില്. കത്തിച്ചു കളയും. അങ്ങനെ അർജുൻ ദേഷ്യം കൊണ്ട് അവിടെ പോയിരിക്കുമ്പോൾ അപ്പുറത്തൊരു കുട്ടിക്ക് ജന്മം കിട്ടുകയാണ്. അച്ഛന്റെ മോള് തന്നെയാ. അർജുന് തെറ്റ് മനസ്സിലാവുന്നു. അർജുൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാവുന്നു. ഇതുപോലെ ഒരു സന്തതിയാണ് ജനിക്കുന്നതെങ്കിൽ എനിക്ക് അച്ഛനാവണ്ട. അർജുന് മാനസാന്തരം ഉണ്ടാവുന്നു. അർജുൻ നന്നാവുന്നു. അർജുൻ കുട്ടികളെ ഇഷ്ടമാവുന്നു. അർജുൻ ഒരു കംപ്ലീറ്റ് ഫാദർ ആകുന്നു. കുഞ്ഞിനും അമൃതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അർജുന്റെയും ഉമറുന്റെയും പിണക്കം മാറുന്നു. അമ്മേ ക്ഷമിക്കണം അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. തല്ലിക്കോ, ഞാൻ സഹിക്കാം. അമ്മ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ എന്നെ അകറ്റരുതേ, വേർപ്പെടുത്തരുതേ. അമൃതയെ വേർപ്പെടുത്തിക്കൊണ്ട് ശിക്ഷിക്കരുത് അമ്മേ. നിന്നെ അമ്മയ്ക്കറിയാം. സോറി മോനെ, ഇനി ചെയ്യില്ല. എന്റെ മകനാ നീ. ആ എക്സ്പ്രഷൻ നോക്ക്. യെസ്, ബോത്ത് ഓഫ് ദം ആർ സേഫ്. ഗൈന വന്നപ്പോ എന്താ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയില്ല, രക്ഷപ്പെട്ട്. ഞാൻ ഡോക്ടറോട് അപമര്യാദത്തിൽ പെരുമാറി. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഭാഗ്യം ചെയ്തതാ. ഇവനോട് അപമര്യാദയെ പെരുമാറിയപ്പോൾ അവന് 2 കൊടുക്കാനും തോന്നും. കള്ള ഡോക്ടർ. കുട്ടൂസ് എവിടെ? അതൊക്കെ പോട്ടെ. കുട്ടൂസനും ഡാഗിനി നമ്മൾ ഒന്നാവും. അതെ, നമ്മളൊന്ന് നമുക്ക്. ഏട്ടൻ കിടന്നോളൂ. ഏട്ടൻ കിടന്നുറങ്ങ. ഇവിടെ ബെഡിരിക്കണി കിടന്നുറങ്ങ. എന്നത് വീടാ. താൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കിടന്നോളാം. കിരണ്ട് ബൈക്കുമ്പോ മോൺസ്റ്ററിന്റെ സിമ്പലൊക്കെ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കൊടുക്കാം. ആഹാ, നിങ്ങൾ ഒരുമിച്ച് കൊടുക്കാന്നോ? അതെ, ഒരുമിച്ചു. എന്തേത്? വന്നു. എന്നെ പിടിക്കാന്നും വേണ്ട, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിടിക്കും ഞാൻ. നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാ പിടിച്ചത്. സ്നേഹം കൊണ്ടാണ് പിടിച്ച. ഇനിയിപ്പോ അകത്ത് കയറിയാ ഞാൻ എന്റെ മുറിയിലേക്കും ഇയാൾ ഇയാളുടെ മുറിയിലേക്കും പോവില്ല. പിടിക്ക്. ഞങ്ങൾ ചെല്ലുമ്പോ പിടിക്കാൻ പറ്റില്ലല്ലോ. ഉമ്മറ വേറെ എടുത്തല്ലോ. ഏത് കിരണിനെയും നിന്നെയും കാണുമ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. അതെന്ത് സുഖ? ആ, ഇവിടെ പകുതി കടിച്ചു തിന്നല്ലേ എനിക്ക് വരുന്നേ. ഓ, ഞാൻ പായസം ഉണ്ടാക്കാം. നീ ഉണ്ടാക്കണ്ട. അവളുടെ ഒരു പായസം ആശുപത്രിയിൽ നിന്ന് തലയും കുത്തി വീണിട്ട് വന്നില്ല. എപ്പോഴാണ് അവളുടെ പായസം ഉണ്ടാക്കാൻ പോണേ? ഞാൻ ഉണ്ടാക്കിക്കോളാം. അമേരിക്കയിലുള്ള പായസം. പായസം വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട്. കുറെ നാളെ ഈ വീട്ടിലൊരു പൂജ നടത്തിയിട്ട് നമുക്കൊരു പൂജ നടത്താം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. കിരൺ, നീ എന്തിനാ എന്നോട് പറയണ ഫ്രഷ് ആവട്ടെ? നിക്ക്, അമൃതയെ കൊണ്ടുപോകുന്നില്ലേ? അർജുൻ അല്ല, അമൃത അമ്മയുടെ റൂമിലല്ലേ? എന്റെ മുറിയിൽ കൊണ്ട് താമസിപ്പിക്കാൻ ഞാനാണോ അവളെ കല്യാണം കഴിച്ചത്? വിളിച്ച് മുറിയിൽ കൊണ്ടുപോടാ. ചെല്ലു. അങ്ങനെ അമൃതയും അർജുനും ഒന്നിച്ച ഈ അസുലഭ സുന്ദര നിമിഷത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച എന്തായാലും കാണാം എന്ന ശുഭ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.